السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدًا عبده ورسوله أرسله بالحق بشيرًا ونذيرًا وداعيًا إلى الله بإذنه وسراجًا منيرًا ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة إن في ذلك لآيات لقوم يتفكرون. സ്നേഹവും ബഹുമാനവുമുള്ള സഹോദരങ്ങളെ, സഹോദരികളെ, പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അത്യപാരമായ അനുഗ്രഹത്താൽ ഈ ഒരു മഹനീയമായ മജ്ലിസിൽ ഒത്തുചേരാൻ നമുക്കെല്ലാവർക്കും അവസരം ലഭിച്ചിരിക്കുകയാണ്. ഇതൊരു സ്വാലിഹായ കർമ്മമായി അല്ലാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ആമുഖ ഭാഷണത്തിൽ മുഹമ്മദ് അലി മാഷ് സൂചിപ്പിച്ചതുപോലെ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പ്, പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തുടങ്ങിവെച്ച വളരെ മഹത്തായ ഒരു സംരംഭമാണ് ഈ ഒരു സദസ്സ്, അതല്ലെങ്കിൽ ഈ ഒരു വൈജ്ഞാനികമായ ഈ ഒരു സംവിധാനം. അത് ഇന്നും ഇടതടവില്ലാതെ തുടർന്നു പോരുന്നു എന്നറിഞ്ഞതിലും, ഇങ്ങനെ ഒരു സദസ്സ് ഇവിടെ സംഘടിപ്പിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയതിലും വളരെയേറെ സന്തോഷവാനാണ്. അല്ലാഹു ഈ ഒരു മഹത്തായ സംരംഭത്തെ നിലനിർത്തുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. വളരെ ആനുകാലികമായ ഒരു വിഷയത്തെക്കുറിച്ച് അല്പനേരം നിങ്ങളോട് സംസാരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. നിർദ്ദേശിക്കപ്പെട്ട വിഷയം ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ കുടുംബം, ആധുനിക പ്രശ്നങ്ങളും പരിഹാരങ്ങളും എന്ന സങ്കീർണമായ ഒരു വിഷയമാണ്. മണിക്കൂറുകളെടുത്ത് വിശദമായ നിലക്ക് സംസാരിക്കേണ്ട ഒരു വിഷയം ആണ് എന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. പക്ഷേ ദീർഘമായ സംസാരത്തിന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. വളരെ സംക്ഷിപ്തമായ നിലക്ക് നിങ്ങളും ഞാനുമൊക്കെ നമ്മുടെ നിത്യജീവിതത്തിൽ, നമ്മുടെ കുടുംബജീവിതത്തിൽ, നമ്മുടെ ഫാമിലിയിൽ, നമ്മളുമായി ബന്ധപ്പെട്ടവരിൽ അപ്ലൈ ചെയ്യേണ്ട, അതല്ലെങ്കിൽ പ്രാവർത്തികമാക്കേണ്ട ചില കാര്യങ്ങൾ,
ചില പരിഹാരങ്ങൾ ഇന്ന് കുടുംബങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സങ്കീർണമായ പ്രശ്നങ്ങൾ, അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീന് നിർദ്ദേശിക്കുന്ന പരിഹാരങ്ങൾ, ഇതൊക്കെയാണ് അക്കമിട്ട് ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്കറിയാം, മീഡിയ, അതേപോലെ സോഷ്യൽ മീഡിയ, ആധുനികമായ ചർച്ചാ സംവിധാനങ്ങൾ ഒക്കെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന നമുക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ്, ഇന്നത്തെ സമൂഹത്തിൽ ഈ പുതിയ കാലഘട്ടത്തിൽ വളരെയേറെ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും സംവാദങ്ങൾക്കുമൊക്കെ വഴിവെച്ചുകൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങളുണ്ട്. ഏതൊക്കെയാണത്? വിവാഹം, അതുപോലെ തന്നെ കുടുംബ സങ്കല്പം, സ്ത്രീ പുരുഷ ബന്ധങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ നിരന്തരമായി നമ്മുടെ സമൂഹത്തിൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മതങ്ങൾ നിർദ്ദേശിക്കുന്ന, അതല്ലെങ്കിൽ മതാധിഷ്ഠിതമായ ഒരു കുടുംബ സംവിധാനത്തെ, കുടുംബ സങ്കല്പങ്ങളെ നിരന്തരമായി നിരാകരിക്കുകയും അതിനെ കടന്നാക്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, പ്രത്യേകിച്ച് യുവതലമുറക്കിടയിൽ. ഞാൻ പറയുന്ന കാര്യങ്ങൾ വളരെ സജീവമായ നിലക്കായിരിക്കണം നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത്. കാരണം ഇത് നമ്മുടെ നിത്യജീവിതത്തെ, നമ്മുടെ ജീവനെ, അതല്ലെങ്കിൽ ജീവിതത്തെ സ്പർശിച്ചു കൊണ്ടിരിക്കുന്ന വിഷയങ്ങളാണ്. പറഞ്ഞു വന്നത്, കുടുംബ സങ്കല്പങ്ങളെ തന്നെ കടന്നാക്രമിക്കുകയും നിരാകരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹ പശ്ചാത്തലം ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. എന്താണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം വളരെ കൃത്യമായ നിലയ്ക്ക് ലിംഗനീതി മുന്നോട്ട് വെക്കുന്ന, ഉറപ്പുവരുത്തുന്ന ഒരു ദർശനമാണ്. സ്ത്രീ പുരുഷൻ, സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും ലിംഗനീതി ലഭിക്കണമെന്നാണ് ഇസ്ലാം മുന്നോട്ട് പറയുന്നത്, അതെങ്കിൽ മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശം. എന്നാൽ അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം എന്താണ്? ഏതെങ്കിലുമൊക്കെ മുസ്ലിം കുടുംബങ്ങളുടെ പരിസരങ്ങളിൽ നടക്കുന്ന ചില സംഭവ വികാസങ്ങൾ, അത്തരം സംഭവങ്ങളെ പൊക്കിപ്പിടിച്ചുകൊണ്ട് ഇതൊക്കെ ഇസ്ലാമിന്റെ നിയമങ്ങളാണ്, ഇതിനൊക്കെ കുഴപ്പം, അല്ലെങ്കിൽ മുസ്ലിമീങ്ങൾ അവരുടെ കുടുംബങ്ങളിലാണ് കൂടുതൽ പ്രശ്നങ്ങളുള്ളത്, എന്തുകൊണ്ടാണത്? അതിനൊക്കെ കാരണം ഇസ്ലാമിന്റെ ആശയമാണ്, ഇസ്ലാമിക ശരീഅത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിനെ കടന്നാക്രമിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലം ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. ഇത് നമുക്കറിയാം, ഇന്നത്തെ യുവതലമുറക്കിടയിൽ വിവാഹമോചന പ്രവണതകൾ വർദ്ധിച്ചു വരികയാണ്. കുടുംബങ്ങളിൽ സ്വരച്ചേർച്ചയില്ലായ്മ ഇന്ന് കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവിഹിത ബന്ധങ്ങൾ കൂടുന്നത് കൊണ്ട് തന്നെ പവിത്രമായ കുടുംബ സങ്കല്പങ്ങൾ തകർന്ന് തരിപ്പണമായി കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് ഡീപ്പായ, അവഗാഹമായ, അതല്ലെങ്കിൽ വിശദമായ നിലക്കുള്ള പഠനങ്ങൾ നടക്കുകയും എന്നിട്ട് അതിന് പ്രായോഗികമായ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുകയുമാണ് ചെയ്യേണ്ടത്. പക്ഷേ അതൊന്നും നടക്കാതെ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പഠനങ്ങൾ, അതിന്റെ കാരണങ്ങൾ കണ്ടെത്താതെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഏതെങ്കിലുമൊക്കെ മുസ്ലിം കുടുംബങ്ങളുടെ പരിസരങ്ങളിൽ സംഭവിക്കുന്ന ഇത്തരം സംഭവങ്ങൾ പൊക്കിപ്പിടിച്ചുകൊണ്ട് ഇസ്ലാമിന് പുറത്തുള്ള ചില നരേറ്റീവുകളിൽ, അതല്ലെങ്കിൽ ഇസ്ലാമിന് പുറത്തുള്ള ചില ആഖ്യാനങ്ങളിൽ പലപ്പോഴും അതിന് പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുകയും അങ്ങനെ പവിത്രമാകുന്ന കുടുംബജീവിതം പാതി വഴിയിൽ അവസാനിപ്പിച്ച് ഇട്ടോടിപ്പോകേണ്ട ഗതികേട് ഇന്ന് പലപ്പോഴും സമൂഹത്തിൽ നമ്മൾ കണ്ടുവരികയാണ്. എന്നിട്ട് എന്താണ് സംഭവിക്കുന്നത്? ശേഷം അവരുടെ ജീവിതം കൂടുതൽ ദുസ്സഹമായി കൊണ്ടിരിക്കുന്ന ഒരവസ്ഥാവിശേഷം നമ്മൾ കാണുന്നു. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൽ കുടുംബജീവിതം എന്ന് പറയുന്നത് പവിത്രമാണ്, അത് ശക്തമായ ഒരു കരാറാണ്. മീസാഖൻ വലീളാ. ലോകത്ത് നിങ്ങൾ എവിടെ, ഏത് ദർശനങ്ങളിൽ, ഏത് അഭിപ്രായങ്ങളിൽ, ഏത് നിയമങ്ങളിൽ എവിടെ പോയി പരിശോധിച്ചാലും വൈവാഹിക ബന്ധത്തെ ഈ രൂപത്തിൽ വിശേഷിപ്പിക്കപ്പെട്ടത് നമുക്ക് കാണാൻ സാധ്യമല്ല. ബലിഷ്ഠമായ കരാറാണ്. സവിശേഷമായ രണ്ട് വ്യക്തിത്വങ്ങൾ, വ്യത്യസ്തങ്ങളായ അഭിരുചികളും അഭിപ്രായങ്ങളും അതേപോലെ താല്പര്യങ്ങളുമുള്ള രണ്ട് വ്യക്തിത്വങ്ങൾ അവർ വിവാഹമാകുന്ന കരാറിൽ ഒപ്പുവെക്കുന്നതോടുകൂടെ ഒന്നായി തീരുന്ന മഹനീയമായ സംവിധാനമാണ് കുടുംബജീവിതം എന്ന് പറയുന്നത്.
അവിടെ ആ വ്യത്യസ്തമായ അഭിരുചികളും അഭിപ്രായങ്ങളും താല്പര്യങ്ങളും പരസ്പരം അറിഞ്ഞ് അത് ഒന്നിച്ചു ചേരുമ്പോഴാണ് രണ്ട് കൈവഴികളായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന രണ്ട് നദികൾ ഒന്നിച്ച് സന്ധിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു മനോഹാരിത, ആ ഒരു സൗന്ദര്യം നമുക്ക് അവിടെ അത് ഒന്നിച്ചൊഴുകുന്നത് നമുക്ക് കാണാൻ കഴിയും. അതാണ് കുടുംബജീവിതത്തിലൂടെ നമ്മൾ കാണുന്നത്. വ്യത്യസ്ത അഭിരുചികൾ പരസ്പരം അറിഞ്ഞ് മനസ്സിലാക്കി അത് ഒന്നിച്ചൊഴുകുകയാണ്. എന്നാലോ ഇവിടെ വിട്ടുവീഴ്ചയില്ലായ്മയും അഭിരുചികൾ മനസ്സിലാക്കാതെ പോകുകയും താല്പര്യങ്ങൾ കൃത്യമായി അറിയാതെ അങ്ങനെ അത് ഒന്നിക്കാതിരുന്നാൽ അവർ ജീവിക്കുമ്പോൾ ജീവിതത്തിന്റെ ഏത് സന്ധികളിലും ഏത് മേഖലകളിലും ആ രണ്ട് കൈവഴികൾ, രണ്ട് തോടുകൾ കൈവഴികളായി ഒരിക്കലും ജീവിതത്തിൽ ഒന്നിച്ചു ചേരാനാകാതെ വ്യത്യസ്തങ്ങളായ രണ്ട് കൈവഴികളായി ഒഴുകുന്നതാണ് നമുക്ക് കാണാൻ കഴിയുക. ഇസ്ലാം എത്ര മനോഹരമായിട്ടാണ് ഈ വിഷയത്തെ നോക്കിക്കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് ഇന്നിന്റെ ലോകത്ത് നമ്മുടെ കുടുംബങ്ങളിൽ പുതിയ കാല ലോകത്ത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾക്ക് പരിഹാരം കാണണമെങ്കിൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന കുടുംബ സങ്കല്പത്തെ കുറിച്ചറിയണം. അള്ളാഹുവിന്റെ ദീന് അതിന് നൽകിയ പരിഹാര നിർദ്ദേശങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വിശ്വാസികളെ, കുടുംബം എന്ന് പറയുന്ന സംവിധാനം അത് മനുഷ്യലോകത്ത് മാത്രം നമ്മൾ കാണുന്നതാണ്. മനുഷ്യരല്ലാത്ത ജന്തുക്കൾക്കിടയിൽ കുടുംബ സംവിധാനമില്ല. അവയ്ക്ക് അവരുടെ ലൈംഗികമായ ജീവിതാവശ്യങ്ങൾ അതല്ലെങ്കിൽ ലൈംഗികമായ താല്പര്യങ്ങൾ പൂർത്തീകരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ സ്വന്തമായി അന്നം തേടാനുള്ള കഴിവുണ്ടായാൽ, ആത്മരക്ഷയ്ക്ക് കഴിവ് നേടിക്കഴിഞ്ഞാൽ മനുഷ്യേതര ജന്തുലോകത്ത് കുടുംബ സംവിധാനം നിലനിൽക്കുകയില്ല. അവർക്ക് പിന്നെ ഉമ്മ വേണ്ട, ഉപ്പ വേണ്ട, സഹോദരങ്ങൾ വേണ്ട. എല്ലാവരും ഒറ്റയ്ക്ക് ഭക്ഷണം തേടി അവരലഞ്ഞ് അതല്ലെങ്കിൽ അവരുടേതായ ആവാസ വ്യവസ്ഥയിൽ ആ ലോകത്ത് അവർ ജീവിച്ചു കൊണ്ടിരിക്കും. അവിടെ ആ ബന്ധങ്ങൾ പിന്നീട് നിലനിൽക്കുന്നില്ല. എന്നാൽ മനുഷ്യൻ എങ്ങനെയല്ല. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് കുടുംബം വേണം. അവന് ഉമ്മയുടെയും ഉപ്പയുടെയും ഒക്കെ സംരക്ഷണവും സാന്നിധ്യവും ഒരു പ്രത്യേക കാലഘട്ടത്തിൽ മാത്രം പോരാ, ദീർഘകാലം അത് ആവശ്യമാണ്. ദീർഘകാലം അവന് സാന്നിധ്യം ആവശ്യമാണ്, സംരക്ഷണം ആവശ്യമാണ്. അങ്ങനെ നല്ലൊരു ഉമ്മയുടെ തണലിൽ വളർന്നെങ്കിലേ നല്ല സംസ്കാര സമ്പന്നനായ ഒരു മനുഷ്യനായി വളരാൻ കഴിയൂ. നല്ല ഉമ്മല്ലെങ്കിൽ അതല്ലെങ്കിൽ നല്ലൊരു രക്ഷിതാവിന്റെ അധ്യാപനവും നിർദ്ദേശവും തെർബിയത്തും കിട്ടാതെ വളർന്ന കുട്ടികൾ സമൂഹത്തിൽ ക്രിമിനലുകളായി മാറുന്നു, സമൂഹത്തിൽ വഴിവിട്ട ജീവിതം നയിക്കുന്നു, നമുക്കറിയാം. അതുകൊണ്ട് മനുഷ്യന് കുടുംബം എന്ന് പറയുന്ന സംവിധാനം വളരെ വളരെ അനിവാര്യമാണ് എന്നാണ് ഞാൻ പറയുന്നത്. അറബി ഭാഷയിൽ കുടുംബത്തിന് പറയുന്ന പേരെന്താ? നിങ്ങൾ പറയും കുടുംബം എന്ന് പറഞ്ഞാല്, അല്ലെങ്കിൽ കുടുംബത്തിന് പറയുന്ന അറബി പദം ഉസ്റത്ത് എന്നാണ്, അല്ലെ? സാധാരണഗതിയിൽ നമ്മൾ ശീലിച്ചിട്ടുള്ളതും പറഞ്ഞതും അങ്ങനെ തന്നെയാണ്, അത് ശരി തന്നെയാണ്. പക്ഷെ ഒന്നുകൂടെ നമ്മുടെ വീട്ടിലുള്ളവരെ മുഴുവൻ അറിഞ്ഞ് ബന്ധപ്പെടുന്ന സംവിധാനത്തിന് ആയില എന്നാ പറയാ. ആയില, ഇതൊക്കെ ഗൾഫിൽ പോയ ആളുകൾക്കറിയാം. ഇപ്പൊ നമ്മളൊരു 7up വാങ്ങുകയാണെങ്കിൽ നമ്മളെ കടയിൽ കയറിയിട്ട് ചോദിക്കും, എന്താണ് നിനക്ക് ആയിലയാണോ വേണ്ടത്, അതല്ല ഫാമിലിക്ക് ഒന്നിച്ചു കുടിക്കാൻ പറ്റുന്ന വലിയ ബോട്ടിലാണോ വേണ്ടത്, ചെറുതാണോ എന്ന് നമ്മളോട് ചോദിക്കും. ആയില എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഒരു കുടുംബത്തിൽ അവിടെ വാപ്പയുണ്ട്, ഉമ്മയുണ്ട്, അതേപോലെ സഹോദരങ്ങളുണ്ട്, വല്യുപ്പയുണ്ട്, വല്യുമ്മയുണ്ട്. അവർ പരസ്പരം ഇഴുകിച്ചേർന്ന് ഒന്നിച്ച് ജീവിക്കുന്ന മഹത്തായ സൗന്ദര്യമുള്ള, പരസ്പരം തണലായി സംരക്ഷണം നൽകി താങ്ങായി ജീവിക്കുന്ന ഒരു കുടുംബ സംവിധാനത്തിനാണ് ആയില എന്ന് പറയുന്നത്. ആയില എന്ന പദത്തിന് നിഘണ്ടുകളിൽ നൽകുന്ന അർത്ഥം നമുക്ക് കാണാം. മൻ യളുമ്മുഹും ബൈത്തുൻ വാഹിദുൻ മിനൽ ആബാഇ വൽ ഉമ്മഹാതി വൽ അബ്നാഇ വൽ അഖാരിബ്. കണ്ടോ? മൻ യളുമ്മുഹും, പരസ്പരം ഇഴുകിച്ചേർന്ന് ഒന്നിച്ചു ചേർന്ന് ജീവിക്കുന്ന, ബൈത്തുൻ വാഹിദുൻ, ഒരൊറ്റ വീട്, മിനൽ ആബാഇ, അവിടെ ഉപ്പമാരുണ്ട്, വൽ ഉമ്മഹാതി, അവിടെ മാതാക്കളുണ്ട്, വൽ അബ്നാഇ, അവിടെ വളർന്നു വരുന്ന സന്തതികളുണ്ട്, അവിടെ വൽ അഖാരിബി, അവിടെ അടുത്ത ബന്ധുക്കളും കുടുംബങ്ങളുമുണ്ട്. ഇങ്ങനെയുള്ള ഒരു സംവിധാനമാണ്. എത്ര മനോഹരമാണ് ഇസ്ലാമിന്റെ കുടുംബ സങ്കല്പം എന്ന് പറയുന്നത്. ആ ഒരു കുടുംബത്തിൽ വെച്ച് നമ്മുടെ ഉപ്പയുടെ, ഉമ്മയുടെ, ജേഷ്ഠാനുജന്മാരുടെ, അതേപോലെ ബന്ധപ്പെട്ടവരുടെ അടുക്കൽ വെച്ചാണ് ഒരു മനുഷ്യൻ എല്ലാം നേടുന്നതും കരസ്ഥമാക്കുന്നതും. ഇന്ന് ആധുനിക ലോകം അല്ലേ
ഭൗതികമായ പല ചിന്താഗതികളുടെയും പിന്നിലൂടെ കടന്നു പോകും, അതിന്റെ പിറകിലൂടെ അത് സ്വാംശീകരിക്കാൻ വേണ്ടി പിറകെ ഓടുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആശയം ശരിക്കും മനസ്സിലാക്കണം. എല്ലാം നമ്മൾ നേടുന്നത് നമ്മുടെ കുടുംബത്തിൽ നിന്നാണ്. നമ്മുടെ കുടുംബത്തിൽ വെച്ചാണ് ജനനവും മരണവും നടക്കുന്നത്, അല്ലേ? സ്നേഹവും ലാളനയും വാത്സല്യവും നാം അറിഞ്ഞതും അനുഭവിച്ചതും നമ്മുടെ കുടുംബത്തിൽ വെച്ചാണ്. കഴിഞ്ഞില്ല സഹോദരങ്ങളെ, നമ്മുടെ ഉറക്കവും ഉണർച്ചയും നാം വസ്ത്രം ധരിക്കുന്നതും നാം അത് അഴിച്ചു വെക്കുന്നതും ഇരിക്കാനും നടക്കാനും പഠിച്ചത് എവിടെ നിന്നാണ്? നമ്മുടെ കുടുംബത്തിൽ നിന്നാണ്. മാത്രമാണോ? അല്ല. കളിയും ചിരിയും കരച്ചിലും ശീലിച്ചത് നമ്മുടെ കുടുംബത്തിൽ വെച്ചാണ്. മാത്രമല്ല, ഭാഷയും സംസ്കാരവും നമ്മൾ പഠിച്ചത് എവിടെ നിന്നാണ്? നമ്മുടെ കുടുംബത്തിൽ വെച്ചാണ്. എല്ലാം മനുഷ്യരെല്ലാം പഠിക്കുന്നത് അവിടെ വെച്ചാണ്. അതുകൊണ്ട് തന്നെ കുടുംബം എന്ന് പറയുന്നത് ഒരു മഹാത്ഭുതമാണ്. ഭൂമിയിൽ നമുക്കൊരു സ്വർഗമുണ്ടെങ്കിൽ അത് നമ്മുടെ കുടുംബം തന്നെയാണ്. ലോകത്തിലെ സമാനതകളില്ലാത്ത ഒരാകർഷക കേന്ദ്രമാണ് കുടുംബം എന്ന് പറയുന്നത്. സമാനതകളില്ലാത്ത ആകർഷക കേന്ദ്രമാണ്. നിങ്ങൾ ലോകത്തിന്റെ ദിക്കുകളിൽ എവിടെ പോയാലും നിങ്ങളുടെ മനസ്സ് എപ്പോഴും നിങ്ങളുടെ കുടുംബത്തെ ചുറ്റിപ്പറ്റിയായിരിക്കും. എനിക്ക് അവിടേക്ക് മടങ്ങണം, അവിടെ സന്ദർശിക്കണം, അവിടെ എന്റെ ബന്ധപ്പെട്ടവരെ കാണണം. അതുകൊണ്ട് അവിടെ എനിക്ക് എത്ര ആസ്വദിച്ചാലും ഞാൻ എത്ര അനുഭവിച്ചാലും മതിവരാത്ത ഒന്നാണ് കുടുംബം എന്ന് പറയുന്നത്. നമ്മളൊരു വിനോദസഞ്ചാര യാത്ര നടത്തി ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട സ്ഥലത്തേക്ക് പോയാൽ അവിടെ മണിക്കൂറുകൾ ഇരുന്നാൽ നമുക്കത് മടുക്കും, പോകുക എന്ന് പറയും. പക്ഷേ എത്ര ആസ്വദിച്ചാലും എത്ര അനുഭവിച്ചാലും മതിവരാത്ത സംവിധാനമാണ് കുടുംബം. കല്യാണം കഴിഞ്ഞ് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ കൂടെ മധുവിധു ആഘോഷിക്കുന്ന പെൺകുട്ടി, അല്ലേ? ആ പെൺകുട്ടിയും കൊതിക്കുന്നു എന്ത് കിട്ടിയാലും, എന്താസ്വാദനങ്ങളും അനുഭൂതികളും എല്ലാം എനിക്ക് അവിടെ ഉണ്ടെങ്കിലും എനിക്ക് എൻ്റെ ഉമ്മയുടെ, എൻ്റെ ഉപ്പയുടെ, എൻ്റെ ബന്ധപ്പെട്ടവരുടെ, എൻ്റെ പ്രിയപ്പെട്ടവരുടെ അടുക്കലേക്ക് പോകണം എന്ന് ഭർത്താവിനോട് അവൾ ആവശ്യപ്പെടുന്നുവെങ്കിൽ അവളുടെ മനസ്സ് ആകർഷിക്കുന്ന കേന്ദ്രമാണ് കുടുംബം. അവൾ ജനിച്ചു വളർന്ന കുടുംബം എന്ന് പറയുന്നത്. കുടുംബ സംവിധാനത്തിന്റെ ആണിക്കല്ലും തറക്കല്ലും ഒക്കെ ഇളക്കാൻ നടക്കുന്ന ചില ആളുകൾ ഇന്ന് ലോകത്തുണ്ട്. അവരൊക്കെ മനസ്സിലാക്കാതെ പോയ ഇത്രയും വലിയ മഹത്തായ ഒരു സ്ഥാപനത്തെയാണ് അവരിങ്ങനെ കടന്നാക്രമിക്കുന്നത് എന്ന ചിന്ത അവർക്കുണ്ടാകേണ്ടതുണ്ട്, ഇല്ലേ? കുടുംബ സംവിധാനത്തിനെതിരെ കടന്നാക്രമണം നടത്തിയ കഴിഞ്ഞ നൂറ്റാണ്ടിലെ പലരും ഇന്ന് ഖേദിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ അവിടേക്ക് വരുന്നുണ്ട്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഇത്രയും ആകർഷകമായ ഒരു സംവിധാനം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ സംബന്ധിച്ച് പറഞ്ഞത് എന്താണ്? എല്ലാ വിവാഹ സദസ്സുകളിലും ഓതി കേൾപ്പിക്കാറുള്ള വചനമാണ്. അതന്നെയാണ് ഞാൻ ഇവിടെ തുടക്കത്തിൽ ഓതി കേൾപ്പിച്ചത്. അത് കേട്ടപ്പോൾ ചിലപ്പോൾ നിങ്ങളിൽ ചില ആളുകളെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാകും, ഇതെന്താ ഒരു വിവാഹ ഖുത്ബയാണോ എന്ന്. വിവാഹത്തിന്റെ ഖുത്ബയിൽ അത് സാധാരണ ഓതുന്നു എന്ന് മാത്രം. പക്ഷേ നമുക്കത് എവിടെയും കുടുംബവുമായി ബന്ധപ്പെട്ട എവിടെയും ഓതാനുള്ള വചനം അത് തന്നെയാണ്. സൂറത്തുർ റൂമിലെ 21-ാമത്തെ ആയത്ത്, വമിൻ ആയാതിഹി, പടച്ചറബുണ്ട് എന്നതിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ്, അവന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ്. വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജാ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യതഫക്കറൂൻ. അർത്ഥം പറയാതെ തന്നെ നിങ്ങൾക്കറിയാം, അള്ളാഹുവിന്റെ ആയാത്തുകളിൽ പെട്ടതാണ് അവൻ നിങ്ങളെ ഇണകളായി, നിങ്ങളിൽ നിന്ന് തന്നെ ഇണകളെ നിങ്ങൾക്ക് അവൻ സൃഷ്ടിച്ചു എന്നത്. എന്തിനു വേണ്ടിയാണത്? ലിതസ്കുനു ഇലൈഹാ, തന്റെ ഇണയിലേക്ക് സമാധാനപൂർവം ഒത്തുചേരാൻ വേണ്ടിയാണത്. വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ, നിങ്ങൾക്കിടയിൽ അവൻ സ്നേഹത്തെയും കാരുണ്യത്തെയും ഊട്ടിയുറപ്പിക്കുകയും നിശ്ചയിക്കുകയും ഒക്കെ ചെയ്തു. അതിലൊക്കെ ചിന്തിക്കുന്ന ആളുകൾക്ക് ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് കാണാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താ? അത്രയും മനോഹരമാണ് കുടുംബം എന്ന് പറയുന്നത്. അത്രയും മനോഹരമാണ്. അവിടെ സമാധാനമുണ്ട്, അവിടെ ശാന്തിയുണ്ട്, അവിടെ സമാധാനത്തോടുകൂടെ ഒത്തുചേരാനുള്ള സംവിധാനമുണ്ട്. ആ കുടുംബത്തെ സംബന്ധിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇസ്ലാം അതിന് നൽകുന്ന പ്രാധാന്യം എന്താ? കുടുംബത്തിലെ പ്രശ്നങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് കുടുംബം എന്താണെന്ന് മനസ്സിലാകണ്ടേ, അല്ലേ? നിങ്ങൾ നോക്കൂ, നമ്മൾ 5 നേരങ്ങളിൽ നിർബന്ധമായും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വിശ്വാസം കഴിഞ്ഞാൽ പിന്നെ കർമ്മങ്ങളിൽ ആദ്യം ആഖിറത്തിൽ വിചാരണ ചെയ്യുന്ന കാര്യമാണ് നിസ്കാരം. വിശദീകരിക്കേണ്ട കാര്യമില്ല.
ആ നമസ്കാരത്തിൽ പ്രാരംഭ പ്രാർത്ഥന മുതൽ സലാം വീട്ടുന്നത് വരെ പല ചലനങ്ങളിലും പല നമ്മുടേതായ നിസ്കാരത്തില് റുക്കൂയില് സുജൂദില് അതേപോലെ തന്നെ ഇങ്ങനെ പല ഘട്ടങ്ങളിലും നമ്മൾ പലതും പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പ്രാർത്ഥനകൾ ഖുർആനിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. ആ പ്രാർത്ഥനകളൊന്നും ഖുർആനിലില്ല, അല്ലേ? ഇപ്പൊ വജ്ജഹത്തു വജ്ഹിയ ലില്ലദി എന്ന് തുടങ്ങുന്ന ഒരായത്ത് ഖുർആനിലുണ്ട്, അതിലേക്കുള്ള സൂചന. പക്ഷേ ഒരു പ്രാരംഭ പ്രാർത്ഥനയായി അത് ഖുർആനിലില്ലല്ലോ. ഒരു പ്രാർത്ഥനയും നിസ്കാരവുമായി ബന്ധപ്പെട്ടത് ഖുർആനിലില്ല. പിന്നെ അത് എവിടെയുള്ളത്? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ചര്യയിലൂടെയാണ് നമുക്ക് ആ ദിക്റുകളും ദുആകളും എല്ലാം പഠിപ്പിച്ചത്. എന്നാൽ 2 പ്രാർത്ഥനകൾ കുടുംബവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഖുർആനിലുണ്ട്. ആലോചിച്ച് നോക്ക്. കുടുംബവുമായി ബന്ധപ്പെട്ട് കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട കാര്യത്തിൽ 2 പ്രാർത്ഥനകൾ ഖുർആനിലുണ്ട്. ഏതാണ് ആ 2 പ്രാർത്ഥന? നിങ്ങളെ മനസ്സിൽ തന്നെ വരുന്നുണ്ടാകും. ഒന്നാമത്തെ പ്രാർത്ഥന മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. 17-ാം അധ്യായം സൂറത്തുൽ ഇസ്രായിലെ 24-ാമത്തെ വചനം. വഖ്ഫിദ് ലഹുമാ ജനാഹദ്ദുല്ലി മിനർ റഹ്മ വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. അപ്പോൾ അതിന്റെ പ്രാധാന്യത്രേ. സുബ്ഹാനല്ലാഹ്. അതിന്റെ പ്രാധാന്യത്രേ. വഖ്ഫിദ് ലഹുമാ, നിന്റെ മാതാപിതാക്കൾക്ക് നീ താഴ്ത്തി കൊടുക്ക്. ജനാഹദ്ദുല്ലി മിനർ റഹ്മ, കാരുണ്യത്താലുള്ള എളിമയുടെ ചിറക് നീ അവർക്ക് താഴ്ത്തിക്കൊടുത്ത് നീ അവർക്ക് തണലായി മാറ്. എന്നിട്ട് നീ പ്രാർത്ഥിക്കണം. വഖുൽ, നിന്നെ പോറ്റി വളർത്തിയ മാതാപിതാക്കൾക്ക് വേണ്ടി നീ ദുആ ചെയ്യ്. എന്ത്? റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ, എന്നെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയതിന് തുല്യമായി എനിക്ക് ഞാൻ എന്ത് ചെയ്താലും പകരമാകില്ല. ഞാൻ ആവുന്നതൊക്കെ ചെയ്യുന്നു, പക്ഷേ റബ്ബേ, എന്നെ പോറ്റി വളർത്തിയതിന് പകരമായി നീ അവരുടെ മേൽ കരുണ ചൊരിയണമേ, കാരുണ്യവർഷമുണ്ടാകണമേ എന്ന് ഒരു സന്തതി മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന അള്ളാഹുവിന്റെ കിതാബിൽ കുടുംബവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അള്ളാഹ് പറഞ്ഞു. കുടുംബ സംവിധാനത്തിന്റെ പ്രാധാന്യം ആലോചിച്ച് നോക്ക്. രണ്ടാമതൊരു പ്രാർത്ഥനയും കൂടെ ഖുർആനിലുണ്ട്. കുടുംബവുമായി ബന്ധപ്പെട്ട ഒരു പ്രാർത്ഥനയും കൂടെ ഖുർആനിലുണ്ട്. ഏതാണ് ആ പ്രാർത്ഥന? നിങ്ങളുടെ മനസ്സിലുണ്ടാകും. ഏതാണ് ആ പ്രാർത്ഥന? കുടുംബത്തിൽ സമാധാനമുണ്ടാകാൻ, ഇല്ലേ? കുടുംബത്തിൽ സംതൃപ്തി ലഭിക്കാൻ സൂറത്തുൽ ഫുർഖാനിന്റെ അവസാന ഭാഗത്ത് പരമകാരുണ്യന്റെ ദാസന്മാർ, അള്ളാഹുവിന്റെ ദാസന്മാർ പടച്ച തമ്പുരാനോട് ദുആ ചെയ്യുന്ന പ്രാർത്ഥനയാണ്. അതെന്താണ്? റബ്ബനാ ഹബ്ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. റബ്ബനാ, ഞങ്ങളുടെ നാഥാ, ഹബ്ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ, ഞങ്ങളുടെ സന്തതികളിൽ നിന്നും മക്കളിൽ നിന്നും ഇണകളിൽ നിന്നും നീ ഞങ്ങൾക്ക് നൽകണമേ. ഖുർറത അഅ്യുനിൻ, കൺകുളിർമ നൽകണമേ. വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ, സജ്ജനങ്ങളായ മുത്തഖീങ്ങൾക്ക് മുമ്പേ നടക്കുന്ന അവർക്ക് മാതൃകായോഗ്യരായ നിലക്കുള്ള ഒരു കുടുംബമാക്കി ഞങ്ങളുടെ കുടുംബത്തെ നീ മാറ്റണമേ. പക്ഷെ ഈ 2 പ്രാർത്ഥന ഞാൻ ചോദിക്കട്ടെ, എന്റെ മുമ്പിലുള്ളവരോട് ഞാൻ ചോദിക്കട്ടെ, ഈ 2 പ്രാർത്ഥന കുടുംബത്തിന്റെ ഏറ്റവും മർമ്മപ്രധാനമായി നാം പ്രാർത്ഥിക്കേണ്ട, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്തേണ്ട പ്രാർത്ഥനകളാണ്. അതിന് അള്ളാന്റെ കിതാബിൽ അള്ളാഹ് നേരിട്ടത് നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുകയാണ്. എത്ര ആളുകൾ അത് ദുആ ചെയ്യുന്നവരുണ്ട്, എത്ര ആളുകൾ അത് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, കുടുംബം എന്ന് പറഞ്ഞാല് അതാണ് വെറുതെ പറയുന്ന, അതല്ലെങ്കിൽ അതിനങ്ങോട്ട് പെട്ടെന്ന് തള്ളി പറയാൻ പറ്റുന്ന ഒരു സംവിധാനമല്ല. അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംവിധാനമാണ്, ഒരു സ്ഥാപനമാണ്, ഒരു സമൂഹത്തിന്റെ, ഒരു സൊസൈറ്റിയുടെ, ഒരു കമ്മ്യൂണിറ്റിയുടെ നിലനിൽപ്പിന്റെ ആധാരമാണ് കുടുംബം എന്ന് പറയുന്നത്. ഇനി ആ കുടുംബങ്ങളിൽ നിന്ന് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ നടക്കുന്നത്? അതിനുള്ള പരിഹാരങ്ങൾ എന്താണ്? ഏതൊക്കെ നിലക്കാണ് പുതിയ ലോകത്ത്, ഈ പുതിയ കാലത്ത്, ഇല്ലേ? പുതിയ കാലം എന്ന് പറയുമ്പോ അപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ, പണ്ടൊന്നും കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ലേ? ഇപ്പൊ മാത്രമേ ഉള്ളൂ. പണ്ടത്തെ പ്രശ്നങ്ങളും ഇപ്പത്തെ പ്രശ്നങ്ങളും ഒന്നല്ല. പണ്ടുള്ള പ്രശ്നം പോലെയല്ല ഇപ്പത്തെ പ്രശ്നങ്ങൾ. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പുതിയ ഒരു
പുതിയൊരു മാനമുണ്ട്, അതല്ലെങ്കിൽ പുതിയൊരു അവസ്ഥയുണ്ട്. അതുണ്ടാകാനുള്ള ചില കാരണങ്ങളുണ്ട്. നമ്മുടെ സൊസൈറ്റിയും നമ്മുടെ കാലവും ഒക്കെ മാറി മാറി മറിഞ്ഞിരിക്കുന്നു. ലോകം മാറിക്കഴിഞ്ഞിരിക്കുന്നു, സംസ്കാരം മാറിക്കഴിഞ്ഞിരിക്കുന്നു, മനുഷ്യർ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ലോകത്ത് വലിയ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. മാറ്റങ്ങൾ സംഭവിച്ചതിന്റെ ഫലമായി പ്രശ്നങ്ങൾക്കും പുതിയ മാനങ്ങൾ കൈവന്നിരിക്കുകയാണ്. പുതിയ പ്രശ്നങ്ങളാണ്. ഇന്നത്തെ ഒന്നാമത്തെ പ്രശ്നം എന്താണെന്നറിയോ? ഇന്ന് കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ ബാധ്യതകളിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. നമ്പർ 1, ബാധ്യതകളിൽ നിന്ന് ഒളിച്ചോട്ടം. ഞാൻ പറയുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ചു, ഇതൊരു വലിയ വയലായിട്ട് സംസാരിക്കാൻ വന്നതല്ല ഞാൻ. ഇത് നമ്മളൊക്കെ ബാധിക്കുന്ന ഒരു പ്രശ്നം എന്നുള്ള നിലയ്ക്ക് നമ്മൾ പരസ്പരം ഇന്ററാക്ട് ചെയ്ത് സംസാരിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കി, നിങ്ങളുടേതായ മനസ്സിന്റെ പരിധിയിൽ ചുറ്റുഭാഗത്ത് വരുന്ന കുടുംബങ്ങളിൽ എവിടെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ പ്രശ്നത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആണിക്കൽ എന്തായിരിക്കും എന്നറിയോ? ആ കുടുംബത്തിലെ ഏതെങ്കിലും ഒരു വ്യക്തി അയാൾ നിർവഹിക്കേണ്ട ഉത്തരവാദിത്വത്തിന്റെ വിഷയത്തിൽ ലംഘനം നടത്തുകയോ അതിനെക്കുറിച്ച് ബോധവാനല്ലാതിരിക്കുകയോ ചെയ്തതായിരിക്കാം ആ കുടുംബത്തിന്റെ പ്രശ്നം. ഉറപ്പാ. പരിശോധിച്ച് നോക്കി നിങ്ങൾ. കുടുംബം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട്. ഒരു കുട്ടിക്ക് വരെ, ആ കുടുംബത്തിലെ ഒരു ചെറിയ കുട്ടിക്ക്, കോളേജിൽ പഠിക്കുന്ന അല്ലെങ്കിൽ ഹൈസ്കൂളിൽ പഠിക്കുന്ന 10, 12, 14, 15, 18, 20 ഒക്കെ വയസ്സായ ഒരു പെൺകുട്ടി, ആ കുട്ടിക്ക് കുടുംബത്തോടൊരു ഉത്തരവാദിത്തമുണ്ട്. ആ കുട്ടി വരെ അശ്രദ്ധ കാണിച്ചാൽ, ഒരു ചെറിയ അബദ്ധം ആ കുട്ടിയുടെ കയ്യിൽ വന്നാൽ ആ കുടുംബം മൊത്തം മാനക്കേട്, അപമാനഭാരം സഹിക്കേണ്ടി വരും. ഒരു സംശയമില്ല. ചെറിയൊരു മിസ്റ്റേക്ക് വന്നാൽ മതി, മറ്റുള്ളവരോട് ഇടപഴകുന്ന വിഷയത്തിൽ ചെറിയ ഒരു ന്യൂനത വന്നാൽ മതി, പാടില്ലാത്ത ഒരു കാര്യമുണ്ടായാൽ മതി. എന്താ ഉണ്ടാവുകയെന്നറിയോ? ആ വാപ്പയും ഉമ്മയും ആ കുടുംബത്തിലെ ജ്യേഷ്ഠാനുജന്മാര്, സഹോദരി എല്ലാവരും അതിന്റെ പേരിൽ വ്യസനിക്കേണ്ടി വരും, പ്രയാസം അനുഭവിക്കേണ്ടി വരും. ആ കുടുംബത്തിന്റെ ശരിയായ അലൈൻമെന്റിൽ ഒരു ചെറിയ തകരാറ് വരും, അല്ലെങ്കിൽ ഗുരുതരമായ പ്രശ്നം വരും. എന്നിട്ട് ചിലപ്പോ വർഷങ്ങളോളം ആ കുടുംബത്തിലെ മറ്റുള്ളവർ അതിന്റെ പ്രത്യാഘാതം അനുഭവിച്ച് ജീവിക്കേണ്ടി വരും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണെന്നറിയോ? അള്ളാഹുവിന്റെ റസൂല് പറയാണ്, കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയ്യതിഹി. അള്ളാഹിന്റെ റസൂല് പറഞ്ഞ ഓരോ വാചകങ്ങളെ കുറിച്ചും ഹദീസുകളെ കുറിച്ചും നിങ്ങൾ ചിന്തിച്ചു നോക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങൾ എല്ലാവരും ഭരണകർത്താക്കളാണ്. വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയ്യതിഹി. നിങ്ങളോടെല്ലാവരോടും നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. അപ്പൊ ഒരു കുടുംബത്തിലെ എല്ലാവർക്കും ഉത്തരവാദിത്തം ഉണ്ട് എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ആ ഉത്തരവാദിത്ത ലംഘനം നടത്തിയാൽ നിങ്ങളോടത് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. വാപ്പാക്ക് ഉത്തരവാദിത്തം ഇല്ലെങ്കിൽ കുടുംബം തകരാറിലായില്ലേ? ഇല്ലേ? ഉമ്മ ഒരു ഉത്തരവാദിത്ത കുറവ് കാണിച്ചാൽ കുടുംബത്തിന് അപമാനം ഉണ്ടാവില്ലേ? അങ്ങനെയാണ്. ഉത്തരവാദിത്തത്തിന്റെ വിഷയത്തിൽ ലംഘനം ഉണ്ടായാൽ റസൂലുള്ളാഹി പറയാണ്, വറജുലു റാഇൻ ഫീ അഹ്ലി ബൈതിഹി. ഒരു പുരുഷൻ ആ കുടുംബത്തിലെ ഉത്തരവാദിത്തമുള്ളവനാണ്, അവനോട് അത് ചോദ്യം ചെയ്യപ്പെടും. വൽ മർഅതു റാഇയത്തുൻ ഫീ ബൈതി സൗജിഹാ. ഒരു പെണ്ണ് ഭർത്താവിന്റെ വീട്ടിൽ ഉത്തരവാദിത്തമുള്ളവളാണ്, അതുകൊണ്ട് അത് ചോദ്യം ചെയ്യപ്പെടും. മഹാന്മാരായ പണ്ഡിതന്മാർ ഹദീസിനെ വിശദീകരിച്ച് പറയാണ്, കുല്ലു ഫർദിൻ മിൻ ഉമ്മത്തിഹി ഇലൽ ഖിയാമി ബിവാജിബിഹി. ഈ ഉമ്മത്തിലെ, കുടുംബത്തിലെ, സമൂഹത്തിലെ ഓരോ മെമ്പർമാർക്കും ഓരോ ഉത്തരവാദിത്തങ്ങളുണ്ട്. അവിടെ എവിടെയെങ്കിലും ലംഘനങ്ങൾ ഉണ്ടായാൽ അത് റബ്ബ് ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. ഓർമ്മപ്പെടുത്തിയതാണ്. ഒന്നാമത്തെ പ്രശ്നം അതാണ്. അതുകൊണ്ട് നമുക്കൊക്കെ ബോധം വേണം. ഞാൻ കാരണം എൻ്റെ കുടുംബത്തിന് അപമാനം ഉണ്ടാകരുത്, ഞാൻ കാരണം എൻ്റെ മക്കൾക്ക് പ്രശ്നം ഉണ്ടാവരുത്. അതേപോലെ മക്കൾക്ക് ബോധം വേണം, ഞാൻ കാരണം എൻ്റെ ഉപ്പാന്റെ, എൻ്റെ ഉമ്മയുടെ അഭിമാനത്തിന് ക്ഷതമുണ്ടാകരുത്. ഞങ്ങളുടെ ഈ നല്ലൊരു കുടുംബത്തിന്റെ ഈ ഒരു നല്ല സാഹചര്യം ഞാൻ കാരണം അത് വഷളത്തരത്തിലേക്ക് നീങ്ങരുത്. അതുകൊണ്ട് ഞാൻ പുറത്തു പോകുമ്പോ, ഞാൻ ഇടപഴകുമ്പോ, ഞാൻ ആളുകളുമായി ബന്ധപ്പെടുമ്പോ, ഞാൻ ഫോൺ ചെയ്യുമ്പോ, ഞാൻ ചാറ്റ് ചെയ്യുമ്പോ, ഞാൻ ആധുനിക മീഡിയകൾ ഉപയോഗിക്കുമ്പോ എല്ലാം കരുതലോടെ വേണം. അല്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. എനിക്ക് മാത്രമാകില്ല, അതെന്റെ കുടുംബത്തെ മൊത്തത്തിൽ ബാധിക്കുന്ന കാര്യമാണ് എന്ന ബോധം നമുക്കുണ്ടാകണം. രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇന്നത്തെ ഏറ്റവും കുടുംബങ്ങളിൽ ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ? ആർക്കും ഒന്നിനും സമയമില്ല എന്നുള്ളതാണ്. ടൈമില്ല. ജനങ്ങൾ പറയാം, എന്താ ടൈമില്ല, സമയമില്ല.
ബിസിയാണ് അല്ലേ? രാവിലെ എഴുന്നേറ്റാൽ ഒരു വീട്ടമ്മ അല്ലെങ്കിൽ ഒരു ഭാര്യ അടുക്കളയിലേക്കാണ് കയറി കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം രാത്രിയാകും അവിടെ നിന്ന് തിരിച്ചു പോരുമ്പോഴേക്ക് എന്തെല്ലാം വിഭവങ്ങൾ, എന്തെല്ലാം ഉണ്ടാക്കണം അല്ലേ? ഒരു ഭയങ്കര തിരക്കാണ്. എന്നിട്ടോ സ്വന്തം ശരീരത്തെ പോലും മറക്കണം. ഇന്ന് വ്യായാമം ചെയ്യാൻ പോലും സമയമല്ല. പല ആളുകൾ അങ്ങനെ, പല സ്ത്രീകൾ അങ്ങനെയാണ്. ഒന്ന് ശരീരം, ഒന്ന് ശരിക്കും ഉറങ്ങാൻ സമയമല്ല, ഒന്ന് ഖുർആൻ പാരായണം ചെയ്യാൻ സമയമല്ല, കുട്ടിയുടെ പഠന വിഷയം ഒന്ന് ശ്രദ്ധിക്കാൻ സമയമല്ല, ഒന്നിനു സമയമില്ല. ഏതോ തിരക്കുകളുടെ ലോകത്ത് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ കുടുംബങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നമാണിത്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ജോലിക്ക് പോവുകയാണ്, ജോലിയുമായി ബന്ധപ്പെട്ട ബിസി. ഇനി വീട്ടിൽ വെച്ചാണ് ജോലി ചെയ്യുന്നതെങ്കിൽ അവിടെ കമ്പനിയുമായി ബന്ധപ്പെട്ട അതല്ലെങ്കിൽ ജോലി സംബന്ധമായ തിരക്കുകൾ, മനസ്സിനൊരു സ്വസ്ഥതയില്ല. ഇനി എപ്പോഴെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഒരു ഒഴിവ് ദിനം വന്നാലോ, ഒരു സ്വസ്ഥത, ഒരു കുറച്ച് റെസ്റ്റ് എടുക്കാൻ ഒരു ടൈം വന്നാലോ, അപ്പൊ നമ്മുടെ കയ്യിൽ ഈ സാധനം ഉണ്ടാവും. അപ്പൊ നമുക്ക് അത് ഉപയോഗിക്കാനേ സമയമുള്ളൂ. അപ്പൊ വീട്ടിലുണ്ട് ഉമ്മുണ്ട്, ഉപ്പുണ്ട്, കുട്ടികളുണ്ട്, കുട്ടികളുടെ കയ്യിൽ ടാബുകളുണ്ട്, ഉമ്മാന്റെ കയ്യിൽ മൊബൈലുണ്ട്, വാപ്പാന്റെ കയ്യിൽ മൊബൈലുണ്ട്. എല്ലാവർക്കും ഒരു ഒഴിവ് സമയം കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും അവരുടേതായ ലോകത്ത് അതിൽ പലതും കണ്ടും പലരോടും സംസാരിച്ചും ഒരു ലോകത്ത് ഇങ്ങനെ ജീവിക്കുക. ഇന്നത്തെ കുടുംബങ്ങളുടെ സ്ഥിതി അത്. എല്ലാവരും ഹാളിൽ ഇങ്ങനെ ഇരിക്കുക, എല്ലാരും ഇരിക്കുന്നുണ്ട് ചെയറില്, അപ്പുറത്ത് ഉമ്മ അവിടെ, മറ്റിടത്ത്, എല്ലാരും ഏതോ ലോകത്താ. അവിടെ നടക്കുന്ന ആ മനുഷ്യർ, അവിടെ ജീവിക്കുന്ന മനുഷ്യർക്കിടയിൽ ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ല. കമ്മ്യൂണിക്കേഷന്റെ അഭാവമാണ്. മനസ്സിലാക്കണം നമ്മൾ. നോക്ക്, ഒരൊറ്റ പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കണം. കമ്മ്യൂണിക്കേഷൻ, അതായത് ആശയവിനിമയം. ആശയവിനിമയം എന്ന് പറയുന്ന സംഗതി എന്താണെന്ന് അറിയുന്നത്? അത് മനുഷ്യനെ ഈ ലോകത്ത് നിലനിർത്തുന്ന സംവിധാനമാണ്. മഹാനായ ആദം നബി അലൈഹി സ്വലാമിനെ സൃഷ്ടിച്ചപ്പോൾ അള്ള പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താ പറഞ്ഞതെന്നറിയോ? വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ. ആദം നബി അലൈഹി സ്വലാമിന് സർവ്വകാര്യങ്ങളെ കുറിച്ചും ഏതൊരു വസ്തുവിനെ കണ്ടാലും അതിന് പേര് പറയാനുള്ള കഴിവല്ല കൊടുത്തു. ഇത് മനുഷ്യൻ അല്ല കൊടുത്തതാണ്. അവിടെ മുതൽ ഈ കമ്മ്യൂണിക്കേഷൻ കഴിവല്ലാഹു മനുഷ്യന് കൊടുത്തത് കൊണ്ടാണ് ലോകം തന്നെ ഇന്ന് നിലനിൽക്കുന്നത്. ഈ കമ്മ്യൂണിക്കേഷൻ കട്ടായി എന്ന് വിചാരിച്ചു ലോകത്തൊരു പുരോഗതി ഉണ്ടാവില്ല. ലോകത്തൊരു പുരോഗതി ഉണ്ടാവില്ല, ഒന്നും നടക്കൂല. ഒരു സ്ഥാപനത്തിൽ, ഫോർ എക്സാമ്പിൾ, ഒരു സ്ഥാപനം, ഒരു കോളേജ്, ഒരു സ്കൂള്, ആ സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപകർക്കിടയിൽ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വന്നാൽ ആ സ്ഥാപനം തകരാറിലാവും കൂട്ടരെ. ഇതേപോലെ തന്നെയാണ് ഒരു കുടുംബം. ആ കുടുംബത്തിൽ ഭാര്യക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് മനസ്സിലാണെങ്കിൽ എന്താ വഴി? ഭാര്യയെ കേൾക്കാൻ, ലിസൺ ചെയ്യാൻ ഭർത്താവിന് സമയം വേണം. എല്ലാവരുടെയും അവസ്ഥകളും അവരനുഭവിക്കുന്ന പ്രശ്നങ്ങളും നമ്മൾ കേൾക്കുമ്പോഴാണ് നമുക്കതിന് പരിഹാരങ്ങൾ നിർദ്ദേശിക്കാൻ കഴിയുക. അവ കേൾക്കാൻ നമുക്ക് അവസരങ്ങൾ ഉണ്ടാകണം. ഈ സ്നേഹം എന്ന് പറയുന്നത് നിങ്ങൾ നോക്കൂ, അത് മനസ്സിൽ സൂക്ഷിക്കാനുള്ള ഒരു വികാരമല്ല. സ്നേഹം എന്നത് ശക്തമായ പ്രകടിപ്പിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളുടെ മനസ്സിലിട്ട് കൊടുത്തൊരു വികാരമാണ്. ഈ സ്നേഹം എങ്ങനെ പ്രകടിപ്പിക്കുക? പരസ്പരം സംസാരവും കമ്മ്യൂണിക്കേഷനും ഇല്ലെങ്കിൽ, ഇപ്പൊ ഭാര്യയും ഭർത്താവും അവർ തമ്മിലുള്ള സ്നേഹം അതെങ്ങനെ പ്രകടിപ്പിക്കുക? അത് പ്രകടിപ്പിക്കണമെങ്കിൽ പ്രധാനമായ ഒരു സംഗതി എന്ന് പറയുന്നത് എല്ലാം വിട്ട്, എല്ലാം ഫ്രീ ആയി, മറ്റുള്ള തിരക്കുകളെല്ലാം മാറ്റിവെച്ച് അവരുടെ സംസാരമാണ്. സംസാരത്തിലൂടെയാണ് സ്നേഹം പ്രകടമാകുന്നത്. അപ്പൊ രണ്ട് കാര്യങ്ങളാണ് ഇന്നത്തെ കുടുംബങ്ങൾ പ്രധാനമായും മനസ്സിലാക്കേണ്ടത്. ഒന്നാമത്തെ കാര്യം, സമയം കാണണം പരസ്പരം സംസാരിക്കാൻ. എന്ത് തിരക്കുള്ള ജോലിയാണെങ്കിലും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും തന്റെ കുടുംബത്തിന്റെ കൂടെ ഒന്ന് പുറത്തിറങ്ങാനോ അവരുടെ കൂടെ അവരുടെ മനസ്സിൽ ഒരു മാറ്റമുണ്ടാകാൻ, എന്നും ഈ ഒരു കുടുംബാന്തരീക്ഷം തന്നെ അതിൽ നിന്നൊന്ന് മാറി മനസ്സൊന്ന് ശരിയാവാനും ഒന്ന് നല്ല നിലക്ക് നമ്മുടെ മാനസികമായ ഒരു ചേഞ്ചിന് വേണ്ടി ഒന്ന് പുറത്തിറങ്ങി അവരുടെ കൂടെ ഒക്കെ ഒന്ന് സംസാരിച്ച് പരസ്പരം ആശയവിനിമയം നടത്താൻ നമ്മുടെ കുടുംബങ്ങളിൽ നമുക്ക് അവസരങ്ങൾ ഉണ്ടാകണം. ആ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധ ചെലുത്തണം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ അതിലൊക്കെ മാതൃക കാണാൻ കഴിയും, അല്ലേ? ആരാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ ഒരു ഉത്തരവാദിത്വം നിർവഹിക്കുന്ന ലോകത്തിന്റെ പ്രവാചകനാണ്. മനുഷ്യവർഗത്തിലേക്കും ജിന്നുവർഗത്തിലേക്കും അള്ളാഹുവിന്റെ ദീന് പ്രബോധനം ചെയ്യേണ്ട വലിയ ഭാരിച്ച ഉത്തരവാദിത്വവുമായി കടന്നു വന്ന അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം.
ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ വലിയ ഒരു ജോലിഭാരമോ വലിയ ഒരു ഉത്തരവാദിത്വമോ ബാധ്യതയോ നിങ്ങൾക്കോ എനിക്കോ ഉണ്ട് എന്ന് നമുക്കാർക്കും ബോധ്യമല്ല, അല്ലേ? നമ്മളെക്കാൾ വലിയ ഉത്തരവാദിത്വവുമായി കടന്നു വന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം ഭാര്യയുടെ മാനസികോല്ലാസത്തിന് വേണ്ടി ആ നിലക്കുള്ള കായിക വിനോദങ്ങൾക്ക് അവസരം കൊടുക്കുകയും അത് കാണാൻ അവസരം കൊടുക്കുകയും അങ്ങനെ അതിനുള്ള എല്ലാ അവസരങ്ങൾ സൃഷ്ടിക്കുന്നത് നമുക്ക് അവിടെ കാണാൻ കഴിയും. സംസാരം, കമ്മ്യൂണിക്കേഷൻ. ഈ കമ്മ്യൂണിക്കേഷനിൽ, സംസാരത്തിൽ, ഇടപഴക്കങ്ങളിൽ വരുന്ന തകരാറുകൾ അത് കുടുംബത്തിന്റെ അലകും തട്ടും വേറെടുത്തും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. സംഭാഷണങ്ങളിലുള്ള പാളിച്ചകൾ അതൊക്കെ ശ്രദ്ധിക്കണം നമ്മൾ. പല കേസുകളും പലരും പറയാറുണ്ട്, എന്താ പ്രശ്നം, നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം എന്താ? പ്രശ്നമൊന്നുമില്ല, അയാളെ സംസാരം എനിക്ക് അത്ര പിടിക്കണില്ല. ഭർത്താവിനെ കുറിച്ചുള്ള പരാതിയാണ്, ഭാര്യയെ കുറിച്ച് പരാതി പറയുന്നു. സംഭാഷണങ്ങളിലുള്ള പാളിച്ചകൾ, അല്ലേ? നമുക്ക് നല്ല രൂപത്തിൽ സംസാരിക്കാനുള്ള ശൈലിയാണ് കുടുംബജീവിതത്തിൽ. അത് ഭാര്യ ഭർത്താവെന്ന് മാത്രമല്ല, ഒന്നിച്ച് ജീവിക്കുന്ന കുടുംബത്തിലൊക്കെ നമ്മൾ ആരോടൊക്കെ കുടുംബത്തിൽ ഇടപഴകുന്നു അവിടെയൊക്കെ നല്ല രൂപത്തിലുള്ള സംസാരങ്ങളാണ് ആ കുടുംബത്തെ എപ്പോഴും കണ്ണു ചേർത്ത് നിലനിർത്തുന്നത്. ഭർത്താവ് ഭാര്യയോട് ചോദിക്കാണ്, എന്റെ വാച്ച് എവിടെ? അപ്പൊ ഭാര്യ പറയാണ്, നിങ്ങളെ വാച്ച് ആ മേശയുടെ മുകളിലുണ്ട് കേട്ടോ. നോക്കൂ നിങ്ങൾ, ഒരു സമാധാനപൂർണമായ മറുപടിയാണത്. ഇനി അതിന് വേറെ നിലക്ക് മറുപടി പറയാം. അതെന്താ? ഭർത്താവ് ചോദിക്കാണ്, എന്റെ വാച്ച് എവിടെ? അപ്പൊ ഭാര്യ പറയണെന്ത്? നിങ്ങളെ വാച്ച് നിങ്ങളെ കൈമുണ്ടാവും, നിങ്ങൾ വെച്ചോടത്തുണ്ടാവും, ഞാനത് നോക്കി നടക്കുന്നത്, അത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ കണ്ടോ? അതൊരു ഖണ്ഡന ശൈലിയാണ്. അതിൽ അതേ നിലക്കുള്ള പ്രതികരണം ഉണ്ടായാൽ എന്തുണ്ടാവുക? അവിടെ പ്രശ്നങ്ങളാവും. അത് ചെറിയ ഒരു വാച്ചിന്റെ പ്രശ്നത്തിലാ, വാച്ച് എവിടെയെന്ന് ചോദിച്ചതായിരിക്കും, അതങ്ങനെ അങ്ങോട്ട് പറഞ്ഞു ഇങ്ങോട്ട് പറഞ്ഞു. പിന്നെ ഭർത്താവിന്റെ കുടുംബത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ച് ഭാര്യയുടെ കുടുംബത്തിലേക്ക് പോയി, നീ അങ്ങനെ തന്നെയാണ് എപ്പോഴും ഇങ്ങനെ പറയാറ്. അങ്ങനെ അത് കത്തി കത്തി പടർന്ന് ആളി കത്തും. ഇങ്ങനെയാണ് സംഭാഷണ പാളിച്ചുണ്ടാകാൻ പാടില്ല. ഒരു ചൂടുള്ള ചായ തരുമോ? ഭാര്യ പറയാണ്, ഓ തരാലോ, തരാം, ഞാൻ എടുത്തു തരാം. സമാധാനപൂർണമായ മറുപടിയാണ്. ഒരു ചൂടുള്ള കാപ്പി കിട്ടുമോ? കാപ്പി തരാൻ ഇനി നിങ്ങളെ കാണണ്ടേ? നിങ്ങളതിന് എവിടെയുള്ളത്? നിങ്ങൾ എപ്പോഴാ എനിക്ക് കിട്ടാറുള്ളത്? നിങ്ങൾ ബിസിയല്ലേ, പിന്നെ എങ്ങനെ കാപ്പി തരിക? അല്ലേ? ഇത് മറ്റൊരു പ്രതികരണമാണ്. ഇതൊക്കെ അതേ പ്രതികരണം അപ്പുറത്തുനിന്ന് കൂടെ ഉണ്ടാകുമ്പോൾ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ ഇതൊക്കെ നമ്മൾ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ്. ഇപ്പൊ ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് അതിപ്പോ സംസാരം അല്ല, അതൊക്കെ അതിന്റെ അനന്തരഫലങ്ങൾ. ഇതൊക്കെ ഞാൻ പറയാൻ കാരണം എന്താന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മൾ പല കുടുംബങ്ങളിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ ചില ആളുകളൊക്കെ വിചാരിച്ചിട്ടുള്ള എന്താ, ഉസ്താദുമാരോട് പറഞ്ഞാൽ ഈ കുടുംബത്തിന്റെ പ്രശ്നങ്ങളൊക്കെ തീരുന്നതാണ്. അങ്ങനെ ഒരു ധാരണ ഉണ്ട് പല ആളുകൾക്കും. പ്രശ്നം ഉണ്ടാകുന്നവരെ ആരും അറിയില്ല. പ്രശ്നം ഉണ്ടായി രൂക്ഷമായ പിന്നെ ഒരു സെക്കൻഡ് ഈ ഫോണ് താഴെ വെക്കാൻ സമയം ഉണ്ടാവില്ല. ഇന്നലെ ഞാൻ 1.5 മണിക്കൂർ സംസാരിച്ചിരുന്നു. 1.5 മണിക്കൂർ. ഇതൊന്ന് വൈൻഡപ്പ് ചെയ്യാൻ പറ്റണ്ടേ? കാരണം എന്താ, ഇത് പറയുന്നതാണ് എന്ത്, ഇത് ഓരോ പ്രശ്നങ്ങൾ അവരെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടി ഓരോ കാര്യങ്ങൾ പറയാണ്. നമ്മൾക്ക് ഇത് എന്താ ചെയ്യാൻ പറ്റുക? ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്തായിരിക്കും ഇത്? പ്രശ്നം ഇങ്ങനെ അന്വേഷിച്ചു പോകുമ്പോൾ എന്താ ഉണ്ടാവുക? ഒന്നും ഉണ്ടാവില്ല. ഈഗോ. ഇതാണ് ഒരു സംസാരം. അന്ന് അങ്ങനെ പറഞ്ഞു, എനിക്ക് ഇഷ്ടമായില്ല, അന്ന് മൂപ്പര ഉമ്മ അങ്ങനെ ഒരു ഇടപെടൽ നടത്തി, അത് ഇന്നും എന്റെ മനസ്സിന്ന് പോണില്ല. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വലിയ വൈവാഹിക ബന്ധങ്ങളിലേക്ക്, അത് തകരാറിലേക്ക് പോകാൻ, തകർച്ചയിലേക്ക് നീങ്ങാൻ കാരണമാകുന്ന സ്ഥിതിവിശേഷമുണ്ടാകുന്നു. അതുകൊണ്ട് സംസാരത്തിൽ നമ്മൾ മാന്യത പുലർത്തുകയും അതേപോലെ നല്ല സംസാരങ്ങൾ പരസ്പരം അറിയാനും ഇടപഴകാനുമുള്ള അവസരങ്ങൾ സൃഷ്ടിക്കാൻ നമ്മൾ ശ്രമിക്കണം. 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്നാമത് ഞാൻ പറഞ്ഞത് ബാധ്യതാ നിർവഹണത്തിൽ നിന്ന് ഒളിച്ചോടിയാൽ കുടുംബം കൊളാവും. 2ാമത്തെ വിഷയം കമ്മ്യൂണിക്കേഷനാണ്. 3ാമത്തെ വിഷയം വളരെ വിശദമായി സംസാരിക്കേണ്ടതാണ്. അതിനിടയ്ക്ക് നിസ്കാരമുണ്ട്. ജമാഅത്ത് നിസ്കാരം കഴിഞ്ഞ്, കാരണം ഇതിന്റെ ഒരു ഫ്ലോ പോകും എന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷെ ജമാഅത്തിന് പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഇന്ന് തുടങ്ങി വെക്കുകയാണ്. തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റും കൂടെ കഴിഞ്ഞാൽ ഞാൻ നിർത്തും നമസ്കാരത്തിന് വേണ്ടി. അത് കഴിഞ്ഞാൽ ജമാഅത്ത് കഴിഞ്ഞാൽ എല്ലാവരും വേഗം തിരിച്ചെത്തണം. നിങ്ങൾ എന്നെയൊക്കെ ബാധിക്കുന്ന വിഷയമാണ്, അതുകൊണ്ട് ഇരുന്ന് കേൾക്കണം.
കേട്ടോ. മൂന്നാമത്തെ വിഷയം എന്താന്ന് ചോദിച്ചാൽ നമ്മുടെ കുടുംബ സംവിധാനത്തെ തന്നെ തകർക്കുന്ന പ്രശ്നമാണ്. അതെന്താ? അതിപ്പോ ഇന്നത്തെ കുട്ടികൾ പറയുന്നത് എന്താന്ന് ചോദിച്ചാല്, എനിക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമില്ല, വിവാഹം വേണ്ട എന്ന ഒരു സ്വരം ഇന്ന് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന്, സമൂഹത്തിൽ നിന്ന് നമ്മൾ കേൾക്കണം. ഇത് ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ട് എന്ന് എനിക്കറിയില്ല. ഇന്നത്തെ ചലനങ്ങളും ഇന്നത്തെ ചർച്ചകളും ഇന്നത്തെ വാർത്തകളും ഇന്നത്തെ ഇടപഴകലുകളും ഇന്നത്തെ പുതുതലമുറയുടെ അവസ്ഥകളുമൊക്കെ നിരീക്ഷിക്കുന്ന ആളുകൾക്ക് വളരെ കൃത്യമായി ബോധ്യമാകും കുട്ടികൾ പറയുന്നത് വിവാഹം വേണ്ട എന്നാണ്. ഞാൻ മനസ്സിലാക്കുന്നത് വരും കാലങ്ങളിൽ നമ്മുടെ കുട്ടികളെ, മോളെ നീ വിവാഹം കഴിക്കണം, വിവാഹം അനിവാര്യമാണ്, അത് കഴിച്ചിട്ടില്ലെങ്കിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും, അതുകൊണ്ട് നീ മാനസികമായി വിവാഹത്തിന് തയ്യാറാകണം എന്ന് പറഞ്ഞ് അവളെ വിവാഹത്തിന് വേണ്ടി തയ്യാറാക്കുക എന്നത് ഏറ്റവും വലിയൊരു പ്രതിസന്ധിയായി തീരുമോ എന്ന് ഭയപ്പെടേണ്ട ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അതിന് എന്താണ് കാരണം, എന്താണ് പരിഹാരം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാനിപ്പോൾ ഈ അടുത്ത കാലത്ത് ഇന്ത്യയിലെ ഒരു വളരെ ഫേമസ് ആയ ഒരു ആപ്പ്, ഒരു ഡേറ്റിംഗ് ആപ്പ് ഞാൻ പരിശോധിക്കുകയുണ്ടായി. അതിൽ ഇന്ത്യയിൽ മൊത്തത്തിൽ ഒരു സർവേ നടത്തിയിട്ടുണ്ടവർ. ആ ഒരു സർവേ പരിശോധിച്ചപ്പോൾ അതിലെനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ഇന്ത്യയിലെ 40%, ഇന്ത്യ രാജ്യത്തെ ശരിക്കും മനസ്സിലാക്കണം, 40%, 75% പെൺകുട്ടികളും വിവാഹം വേണ്ട എന്ന് അഭിപ്രായപ്പെട്ടവരാണ്. ഒറ്റയ്ക്ക് ജീവിച്ചാൽ മതി. ഒരു ആപ്പ്, ഒരു ആപ്ലിക്കേഷൻ അവര് സർവേ നടത്തുകയാണ്. അപ്പൊ അതിന്റെ കമന്റുകളൊക്കെ ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ കുറേ പെൺകുട്ടികൾ കമന്റ് ഇട്ടിട്ടുണ്ട് ഈ അഭിപ്രായത്തോട്. എന്നിട്ട് അവരുടെയൊക്കെ ആ കമന്റുകളിൽ അവർ സന്തോഷം പ്രകടിപ്പിക്കുകയാണ്. വിവാഹം വേണ്ട, ഞങ്ങൾ വളരെ ഹാപ്പിയാണ്, വിവാഹമില്ലാത്ത ജീവിതം മതി ഞങ്ങൾക്ക് എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടികൾ വിവാഹത്തെ എതിർക്കുകയും ആ നിലക്കുള്ള നിലപാടുകളിലേക്ക് എത്തുകയും ചെയ്യുന്നു എന്നത് ഇന്ന് ലോകത്ത് നമ്മൾ കാണുന്ന ഒരവസ്ഥയാണ്. എന്താണ് അതിനുള്ള കാരണം? അവർ പറയുന്ന കാരണം എന്താന്ന് ചോദിച്ചാല്, വിവാഹമല്ല പ്രധാനം, ഞങ്ങൾക്ക് ജോലിയാണ് പ്രധാനം, ജോലിയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രധാനം, ഞങ്ങൾക്കൊരു സാമ്പത്തിക സ്വാതന്ത്ര്യം വേണം, സാമ്പത്തികമായ ഒരു സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് വേണം, എനിക്ക് എന്റേതായ ഒരു സംവിധാനം വേണം, എനിക്കൊരു സ്വന്തമായി നിലനിൽക്കാൻ കഴിയണം, മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ ജോലി ചെയ്തു സ്വന്തമായി നിലനിൽക്കണം, ഞാൻ ആരെയും ആശ്രയിക്കാതെ സാമ്പത്തികമായ ഒരു സുസ്ഥിരതയും സ്വാതന്ത്ര്യവും എനിക്ക് വേണം. ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ തോന്നുന്നത് അത് നല്ല അഭിപ്രായം തന്നെയല്ലേ. ഒരു പെൺകുട്ടിക്ക് സ്വന്തമായി ഒരു ജോലി ഉണ്ടാവുക, അവൾ ആരെയും ആശ്രയിക്കാതെ ജീവിക്കുക, അവൾക്ക് അവളുടെ കാര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി ഒരു സംവിധാനം ഉണ്ടാകുക എന്നൊക്കെ പറഞ്ഞാൽ നല്ല കാര്യമല്ലേ? ആരും എതിർപ്പില്ല, ആർക്കും അതിൽ എതിർപ്പില്ല, നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഇങ്ങനെ ഒരു അഭിപ്രായം പറയാനുള്ള കാരണം എന്താണ്? ഇങ്ങനെ ഒരു സ്വന്തമായൊരു നിലനിൽപ്പ് വേണം, ഭർത്താവിനെ ഡിപ്പെൻഡ് ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് ആ നിലക്കുള്ള ഒരു അഭിപ്രായത്തിലേക്ക് പുതുതലമുറ എത്താനുള്ള കാരണം എന്താണ്? അതെന്താന്ന് ചോദിച്ചാല്, ഇന്നത്തെ സോഷ്യൽ മീഡിയ. നമ്മളെ കുട്ടികളെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല, കുടുംബ സംവിധാനത്തെ തന്നെ തകർക്കുന്ന, കുടുംബേ വേണ്ട, കുടുംബത്തിലേക്ക് പ്രവേശിക്കുന്ന വിവാഹം താല്പര്യമില്ല എന്ന നിലക്ക് പുതുതലമുറ അഭിപ്രായം പറയാൻ തുടങ്ങിയ ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് പ്രധാനമായും അവർ പറയുന്ന ന്യായങ്ങൾ, സ്വന്തമായി ഒരു ജോലി വേണം, എനിക്ക് എൻ്റേതായ ഒരു സംവിധാനം ഉണ്ടാകണം എന്ന നിലക്കുള്ള അഭിപ്രായങ്ങളൊക്കെ പറയുന്നു. അതൊക്കെ മനുഷ്യന് ആവശ്യം തന്നെയാണ്. പക്ഷേ ഈ നിലക്കുള്ള ഒരു ചിന്തയുണ്ടാകാനുള്ള പ്രധാനമായ കാരണം എന്താന്ന് ചോദിച്ചാൽ, അത് നമ്മുടെ പെൺകുട്ടികളെ മാത്രം കുറ്റം പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. ഇന്ന് പൊതുവെ വീട്ടമ്മമാർക്കും അതല്ലെങ്കിൽ നമ്മുടെ മുതിർന്ന സ്ത്രീകൾക്കും എന്തോ ഒരു നിരാശയുള്ളതുപോലെ നമുക്ക് കാണാൻ കഴിയും. വീട്ടിൽ കുട്ടികളെ വളർത്തുക, ഭർത്താവിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക, വീട് നല്ല നിലക്ക് മുന്നോട്ട് കൊണ്ടുപോകുക,
ഇങ്ങനെ ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്ത് നല്ല ഒരു കുടുംബിനിയായി അവിടെ വളരുന്ന മക്കൾക്ക് ഇസ്ലാമികമായ തർബിയത്ത് നൽകി വലിയ ഒരു ഉത്തരവാദിത്വം, മഹത്തായ ഒരു കർമ്മം നിർവഹിച്ചുകൊണ്ട് നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടക്കാണ് അമിതമായ ഈ സോഷ്യൽ മീഡിയ, ഇപ്പോൾ ഫേസ്ബുക്ക് പോലെ, ഇൻസ്റ്റഗ്രാം, യൂട്യൂബ് പോലെയുള്ള സംവിധാനങ്ങളൊക്കെ ഇന്നതൊന്നും ഉപയോഗിക്കാത്ത ആളുകളില്ലല്ലോ. ധാരാളം വീട്ടമ്മമാർ എല്ലാവരും ഇത് ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിലൂടെയൊക്കെ നമ്മൾ കാണുന്ന ചില വീഡിയോകൾ, ചില സ്ത്രീകൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സുകൾ, അവരുടേതായ ചില ഇടപെടലുകൾ, അങ്ങനെ പല രൂപത്തിലുള്ള പല കാര്യങ്ങളുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ ചിലർക്ക് തോന്നുകയാണ്, ഞാനും ഇങ്ങനെ വെറുതെ ഇരുന്നാല് അത് ശരിയാവില്ല, എനിക്കും എന്തെങ്കിലും ഒരു സംവിധാനം വേണ്ടേ, ഞാനിപ്പോ എല്ലാ കാര്യത്തിനും നിങ്ങളെ മുമ്പിൽ ഇങ്ങനെ കൈ നീട്ടണ്ടേ, എനിക്ക് എന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടായിരുന്നെങ്കിൽ, എന്തെങ്കിലും ഒരു ജോലി ഉണ്ടായിരുന്നെങ്കിൽ, എനിക്കിങ്ങനെ നിങ്ങളോട് എല്ലാ കാര്യങ്ങളും ചോദിക്കേണ്ട, അതിനാവശ്യങ്ങൾക്കൊക്കെ നിങ്ങളോട് ചോദിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടാവില്ലായിരുന്നല്ലോ എന്ന നിലക്കുള്ള ഒരു ചിന്ത കടന്നു വരികയും, അതുകൊണ്ട് തന്നെ ഒരു ഹൗസ് വൈഫ് എന്നൊക്കെ പറഞ്ഞാൽ അതെന്തോ ഒരു തരം താഴ്ന്ന പരിപാടിയാണ്, അതൊന്നും പറയാൻ തന്നെ കൊള്ളില്ല എന്ന നിലക്കുള്ള ഒരു അപകർഷതാബോധം നമ്മുടെ കുടുംബത്തിൽ, ചില കുടുംബങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ രാവിലെ ജോലിക്ക് പോകുന്ന ഒരു സഹോദരിയെ കാണുമ്പോൾ വീട്ടിലുള്ള വീട്ടമ്മ അവളെ നോക്കിയിട്ട് ഇങ്ങനെ പറയാണ്, ഓൾക്കൊക്കെ എന്തൊരു സുഖാലേ അല്ലേ, രാവിലെ കണ്ടോ ജോലിക്ക് പോണ്, വൈകുന്നേരം കണ്ടോ തിരിച്ചു വരുന്നു, ഒരു പണി എടുക്കണ്ട, എന്തൊരു സുഖാല്ലേ. ഈ ജോലിക്ക് പോകുന്ന ജോലി ഭാരം താങ്ങി ഒരുപാട് പ്രശ്നങ്ങളിൽ കുഴഞ്ഞു മറിഞ്ഞ് ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സഹോദരി ഇങ്ങനെ നടന്നു പോകുമ്പോ വീട്ടിന്റെ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ പത്രം വായിച്ചിരിക്കുന്ന വീട്ടമ്മയെ, അതല്ലെങ്കിൽ നമ്മുടെ സഹോദരിമാരെ കാണുമ്പോ അവളിങ്ങനെ പറയുന്നുണ്ടാവും മനസ്സിൽ, ഓ ഓൾക്കൊക്കെ എന്ത് സുഖാലേ, അവിടെ വെറുതെ ഇരുന്നാ മതി, കാര്യമായിട്ട് ഒരു പണിയില്ല, ഞാനിഞ്ഞി പോയി ഓഫീസിൽ പോയി എന്തെല്ലാം പണിയെടുത്ത് എന്തൊക്കെ ചെയ്യണം, അത് കഴിഞ്ഞാൽ തിരിച്ചു വന്ന വീട്ടില് കുട്ടികളെ കാര്യങ്ങൾ എന്തൊക്കെ ഞാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് അവളും പറയുന്നുണ്ടാവും. അപ്പൊ ഇങ്ങനെ ഓരോരുത്തർക്ക് തോന്നുകയാണ്, പല നിലക്കുള്ള കാര്യങ്ങൾ ഇങ്ങനെ നമ്മൾ കാണുമ്പോ ഓരോരുത്തർക്കും ഇങ്ങനെ തോന്നുകയാണ്, എനിക്ക് എന്റെ കാര്യത്തിനൊക്കെ എനിക്കൊരു സംവിധാനം വേണം. സഹോദരിമാരൊന്ന് ആലോചിച്ചു നോക്കുക. പിന്നെ എന്തിനാണ് നമ്മളെ ഭർത്താക്കന്മാര് ഗൾഫിൽ പോയത്? പിന്നെ എന്തിനാണ് നമ്മളെ ഭർത്താക്കന്മാര് പകലന്തിയോളം പണിയെടുക്കുന്നത്? അവര് നമ്മളെ കാര്യം നോക്കാനല്ലേ. ഇപ്പൊ പ്രവാസികളുടെയൊക്കെ കാര്യം നോക്കുകയാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അതൊക്കെ നേരിട്ട് അറിയുന്ന ഒരാൾ എന്ന നിലയ്ക്ക് എനിക്ക് ധൈര്യപൂർവ്വം പറയാൻ കഴിയും. നിങ്ങൾക്കൊക്കെ അറിയുന്ന കാര്യമാണ്. ഈ കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിലൊക്കെ ഒരു ജോലിക്ക് കൃത്യമായ മണിക്കൂറുകളുണ്ട്. പക്ഷെ പ്രവാസ ലോകത്ത് പണിയെടുക്കുന്ന സാധുവായ ഒരു മനുഷ്യന് അവിടെ മണിക്കൂറുകൾ പോലും കണക്കില്ല. 16 മണിക്കൂറൊക്കെ ജോലി ചെയ്യുന്ന പാവപ്പെട്ട പ്രവാസികളുണ്ട്. എന്തിനാണ് അവൻ 16 മണിക്കൂർ ജോലി ചെയ്തത്? എനിക്ക് എന്റെ കാര്യം നോക്കാൻ എനിക്കൊരു സംവിധാനം വേണം, ഞാൻ നിങ്ങളോട് കൈനീട്ടണേ, അല്ലെങ്കിൽ എനിക്ക് നിങ്ങളെ മുമ്പിൽ കൈനീട്ടണ്ടേ എന്ന് ചോദിക്കുന്ന, എന്ന് ചിന്തിക്കുന്ന ഭാര്യമാരാലോചിക്കണം. എന്തിനു വേണ്ടിയാണ് നമ്മുടെ ഭർത്താക്കന്മാരിങ്ങനെ വിയർപ്പൊഴുക്കിയത്? അവരവിടെ 16 മണിക്കൂർ ജോലി ചെയ്ത് നമുക്ക് നല്ലൊരു വീടുണ്ടാക്കി തന്നു, അവിടെ നമുക്ക് AC വെച്ച് തന്നു, നമ്മൾ ആവശ്യപ്പെടുന്ന സൗകര്യങ്ങളെല്ലാം അവിടെ അവർ ഒരുക്കി തന്നു. എന്നിട്ടോ ആ പാവങ്ങൾ എങ്ങനെയാ ജീവിക്കുന്നത്? 4ഉം 5ഉം ആളുകൾ ഉറങ്ങുന്ന കഴിയുന്ന ഒരു റൂമിൽ അല്ലേ, 5 പേരൊക്കെയാണ് ബെഡ് സ്പേസിൽ കഴിഞ്ഞുകൂടുന്നത്, അല്ലെങ്കിൽ 6 പേര്. ദുബൈയിലൊക്കെ ചെന്നാൽ 4ഉം 5ഉം പേരാണ് ഒരു റൂമിൽ കഴിയുന്നത്. സമാധാനമായി ഒന്ന് ബാത്റൂമിൽ പോകാൻ പോലും കഴിയില്ല. എന്തിയെ ക്യൂ നിൽക്കണം ബാത്റൂമിൽ പോകാൻ. ചില റൂമുകളിലൊന്നും AC ഇല്ല. ഇനി AC ഉണ്ടെങ്കിൽ തന്നെ തണുക്കുന്നില്ല. ഇഷ്ടപ്പെടുന്നൊരു ഭക്ഷണം കഴിക്കാൻ അവസരമില്ല. കുബൂസ് കഴിച്ച്, അതേപോലെ ചെറിയ ചെറിയ ഭക്ഷണങ്ങൾ, വിലക്കുറവുള്ള ഭക്ഷണങ്ങൾ കഴിച്ച്, തനിക്ക് കിട്ടുന്ന സമ്പാദ്യവും ശമ്പളവും ഒക്കെ സൂക്ഷിച്ചു വെച്ച് തന്റെ കുടുംബത്തിന് വേണ്ടി അയച്ചു കൊടുത്ത് ഈ നിലക്കുള്ള പ്രയാസജനകമായ ജീവിതം നയിക്കുമ്പോ ഒരു ഭർത്താവും ഒരു വാപ്പയും ഇന്നേ വരെ അവരുടെ പ്രയാസങ്ങൾ പറഞ്ഞ് കരയാറില്ല. ഏതെങ്കിലും ഒരു ഉപ്പ, ഏതെങ്കിലും ഒരു ഭർത്താവ് അവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ
എണ്ണി പറഞ്ഞുകൊണ്ട് കരയുന്നത് സഹോദരിമാരെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടാവില്ല, കരയാറില്ല. എന്നാൽ മനസ്സിൽ ഒരുപാട് നൊമ്പരങ്ങൾ ഉണ്ടാകും, പ്രയാസങ്ങൾ ഉണ്ടാകും. അവസാനം ആ നൊമ്പരങ്ങളൊന്നും മടക്കി വെക്കാൻ കഴിയാതെ ചിലപ്പോൾ സ്ട്രോക്ക് വരാറുണ്ട്, ഹൃദയം പൊട്ടി മരിക്കാറുണ്ട്, അറ്റാക്ക് സംഭവിക്കാറുണ്ട്. അതൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. എങ്കിലും ആ പാവപ്പെട്ടവര് അവരുടെ പ്രയാസങ്ങൾ അടക്കി വെച്ചുകൊണ്ട് കഴിയുകയാണ്. അത്തരക്കാരുടെ ആ പുരുഷന്മാരുടെ പ്രയാസങ്ങൾ അഡ്രസ് ചെയ്യുന്ന ഒരു സംവിധാനവും ലോകത്ത് നമുക്ക് കാണാൻ കഴിയൂല. എന്നാലോ ഒരു വീട്ടിൽ ഒരു പെണ്ണ്, ഒരു ഭാര്യ സങ്കടപ്പെടുന്നുണ്ടെങ്കിൽ അവളുടേത് കേൾക്കാൻ ഇന്ന് ഒരുപാട് ആളുകളുണ്ട്. അവൾക്ക് അവളുടെ വീട്ടിലേക്ക് പോകാം, വാപ്പയോട് സങ്കടം പറയാം, കുടുംബത്തോട് സങ്കടം പറയാം. അപ്പൊ ഇങ്ങനെയൊക്കെ സംവിധാനങ്ങൾ ഉണ്ടായിട്ടും നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ചില ആളുകൾക്കൊക്കെ തോന്നുകയാണ്, എന്തിനാണ് ഞാനിങ്ങനെ വെറുതെ ഇരിക്കുന്നത്, എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പണിയെടുത്തുകൂടെ? നമ്മൾ ആലോചിക്കേണ്ട സംഗതിയാണ്, നമ്മൾ എന്തിനാണ് നിരാശപ്പെടുന്നത്? ഈ ഒരു തരം അസംതൃപ്തി, ഞാൻ ഇങ്ങനെയൊന്നും ആയാൽ പോരാ, ഈ കുടുംബം നോക്കലും കുട്ടികളെ വളർത്തലും ഒക്കെ ഒരു രണ്ടാം കിട ഏർപ്പാടാണ് എന്ന് ഈ നിലക്കുള്ള ചിന്ത ആരാണ് നമ്മുടെ മനസ്സിൽ ഇട്ടു തന്നത്? അത്തരം ചില ആളുകൾ ഉണ്ട് നമ്മുടെ സമൂഹത്തിൽ. അവരിട്ടു തരുന്ന ഈ നിലക്കുള്ള തെറ്റായ ചിന്തകൾ മനസ്സിൽ വെച്ച് പുലർത്തുകയാണ്. അപ്പൊ നമ്മുടെ കുട്ടികളും ചിന്തിക്കുന്നത് അതന്നെയാണ്, നമ്മുടെ മക്കളും ചിന്തിക്കുന്നത് അങ്ങനെ തന്നെയാണ്. ക്യാഷ് വേണം, ഇഷ്ടം പോലെ കൈകാര്യം ചെയ്യാൻ പറ്റണം, അതുകൊണ്ട് ഞാനൊരു സ്വന്തം കാലിൽ നിന്നിട്ട് മതി എനിക്ക് വിവാഹം, എനിക്കൊരാളെയും ആശ്രയിക്കേണ്ടതില്ല എന്ന നിലക്കുള്ള ചിന്ത. അതാണ് തെറ്റായ ചിന്ത എന്ന് പറയുന്നത്. കാരണം എന്താ, ഒരു പെൺകുട്ടിക്ക് ഒരു ജോലി ഉണ്ടാകുന്നത് തകരാറൊന്നുമില്ല, പക്ഷെ ഞാൻ ആരെയും ആശ്രയിക്കൂല എന്ന് പറയുന്നത് തെറ്റാണ്. വിവാഹം എന്ന് പറയുന്നത് തന്നെ എന്താണ്? പരസ്പര ആശ്രയമാണ്. ഭാര്യ ഭർത്താവിനെ ആശ്രയിക്കണം, ഭർത്താവ് ഭാര്യയെ ആശ്രയിക്കണം. അങ്ങനെ അവർ പരസ്പരം ആശ്രയിച്ചും സഹായിച്ചും ഡിപ്പെൻഡ് ചെയ്തും ജീവിക്കേണ്ട സംവിധാനത്തിനാണ് കുടുംബജീവിതം, വിവാഹം എന്ന് പറയുന്നത്. ഞാൻ സ്വതന്ത്രനാണ്, എനിക്ക് ഒരാളെയും ആശ്രയിക്കാൻ പറ്റൂല എന്ന് പറയുന്ന ആള് പിന്നെന്തിനാ വിവാഹം? പിന്നെ വിവാഹം വേണോ? പിന്നെ വിവാഹത്തിന്റെ ആവശ്യമില്ല. അപ്പൊ രണ്ട് നദികൾ ഒന്നിച്ചൊഴുകുമ്പോൾ കാണുന്ന മനോഹാരിതയാണ് വിവാഹം എന്ന് പറയുന്നത്. മനുഷ്യനൊക്കെ അങ്ങനെയാണ്, നമുക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമില്ല, അത് നമ്മൾ മനസ്സിലാക്കണം. എനിക്ക് എല്ലാ നിലക്കും ഞാൻ ഒരാളെയും ആശ്രയിക്കാതെ പൂർണ്ണമായ സ്വതന്ത്രനാകണം, ഞാൻ ഇഷ്ടപ്പെടുന്ന നിലക്ക് കൈകാര്യം ചെയ്യണം, ഞാൻ അധ്വാനിച്ചത് എനിക്കിഷ്ടമുള്ള പോലെ ഞാൻ കൈകാര്യം ചെയ്യുകയുള്ളൂ എന്നൊന്നും ചിന്തിക്കാൻ നമുക്ക് പറ്റൂല. കാരണം മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്തുണ്ട്? ബന്ധങ്ങളുണ്ട്. ആ ബന്ധങ്ങളിൽ എപ്പോഴും കെട്ടുപിണഞ്ഞ് കിടക്കുന്നവരാണ് മനുഷ്യരായ നാം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയോ? നമ്മുടെ കുട്ടികൾക്കൊക്കെ മഹല്ല് സംവിധാനമൊക്കെ ഇതിൽ കാര്യമായ നിലക്ക് ഇടപെടണം. വിവാഹം കഴിക്കാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക്, അതല്ലെങ്കിൽ യുവാക്കൾക്ക്, യുവതികൾക്ക് എല്ലാം കൃത്യമായ നിലക്ക് ഇസ്ലാമികമായ കാഴ്ചപ്പാടിൽ എന്താണ് വിവാഹം, ഭാര്യ ആരാണ്, ഭർത്താവ് ആരാണ്, അവരുടെ ഉത്തരവാദിത്വം എന്താണ് എന്ന നിലക്കുള്ള കൃത്യമായ അവബോധം നൽകേണ്ടതുണ്ട്. കാരണം വളർന്നു വരുന്ന യുവതലമുറക്ക് അവർക്ക് കിട്ടുന്ന പല നിലക്കുള്ള മെസ്സേജുകളും ഇസ്ലാമിന് പുറത്ത് സൃഷ്ടിക്കപ്പെടുന്ന ആഖ്യാനങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ ഇത് ട്രീറ്റ് ചെയ്യപ്പെടേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി നോക്കൂ നിങ്ങൾ, അതിൽ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ റെസ്പോൺസിബിലിറ്റിയാണ്. അതായത് വിവാഹം എന്ന് പറഞ്ഞാൽ അതൊക്കെ വലിയ ഉത്തരവാദിത്വത്തിന്റെ പ്രശ്നമാണ്. എനിക്ക് ഉത്തരവാദിത്വമൊന്നും ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറില്ല എന്ന് പറഞ്ഞാൽ വലിയ വലിയ പ്രയാസങ്ങളൊന്നും, എനിക്ക് എൻ്റെ കാര്യങ്ങൾ നോക്കി പോകണം, വലിയ ഉത്തരവാദിത്തങ്ങൾക്കൊന്നും എനിക്ക് താല്പര്യമില്ല. റെസ്പോൺസിബിലിറ്റി ഇല്ലാത്ത ഒരു ജനത വളർന്നു വരുന്നു എന്നത് വലിയ അപകടമാണ്. ഇതെങ്ങനെ ഉണ്ടായതെന്നറിയോ? ഇന്നിപ്പോ നമ്മൾ യുവതലമുറയെ നോക്കുകയാണെങ്കിൽ പഴയപ്പോൾ ഇതിൽ ഒരു 35-40 വയസ്സിനും മുകളിലുള്ള ആളുകൾ, അവരുടെയൊക്കെ ആ ജനറേഷനിൽ ഉണ്ടായിരുന്ന ചില സംസ്കാരങ്ങളുണ്ട്. അതിൽ നിന്ന് മാറി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് യുവതലമുറ. ഇന്ന് വളർന്നു വരുന്ന യുവതലമുറ അവരുടെ ആസ്വാദനങ്ങളിൽ തന്നെ വ്യത്യാസമുണ്ട് എന്നുള്ളതാണ്. എൻജോയ് ചെയ്യുന്ന കാര്യത്തിൽ തന്നെ, ഒരു കാര്യം ആസ്വദിക്കുന്ന വിഷയത്തിൽ തന്നെ ഒന്നിച്ച് ആസ്വദിക്കാൻ ആർക്കും താല്പര്യമില്ല. ഒന്നിച്ച് കൂട്ടമായി എൻജോയ് ചെയ്യാൻ തന്നെ താല്പര്യമില്ല. അപ്പൊ നിങ്ങൾ കണ്ടിട്ടില്ലേ, യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും ഒക്കെ കാണുന്ന ആളുകൾക്കറിയാം, ചില ആളുകൾ
ട്രിപ്പ് പോകാറുണ്ട്. ട്രിപ്പ് പോകും. ചില ആളുകൾ ലഡാക്കിലേക്ക് പോകും, കശ്മീരിലേക്ക് പോകും, അതേപോലെ തന്നെ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് പോകും, ഒറ്റപ്പെട്ട ഏതൊക്കെയോ സ്ഥലങ്ങളിലേക്ക്. ആരെ കൂടെ പോകുന്നത്? ആരുമില്ല. ഇപ്പൊ ഇന്ത്യക്കകത്ത് പോവുകയാണെങ്കിൽ ചിലപ്പോൾ, അല്ലെങ്കിൽ ഇന്ത്യന്റെ പുറത്തും വരെ ഒരു ബുള്ളറ്റ് ഇങ്ങനെ സംഘടിപ്പിക്കും. എന്നിട്ട് അതിന്റെ ബാക്കിൽ ഒരു ബാഗും കെട്ടിവെക്കും. എന്നിട്ട് ഇവനിങ്ങനെ യാത്ര ചെയ്യുക. എന്നിട്ട് യാത്ര ചെയ്ത് ഒറ്റക്ക് പോവുക, ഒറ്റക്ക് എൻജോയ് ചെയ്യുക. ആരും വേണ്ട, ഒറ്റക്ക് എൻജോയ് ചെയ്യുക. എന്നിട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് എന്നിട്ട് ഇങ്ങനെ ക്യാമറ പിടിച്ചിട്ട് പറയാം, ഹായ് ഗെയ്സ്, ഞാൻ ഇവിടെ എത്തിയിട്ടോ, നല്ല രസം ഇവിടെ കാണാൻ. ഒറ്റക്ക് എൻജോയ് ചെയ്യാം, ഗ്രൂപ്പില്ല. ഇതിന് സോളോ ട്രിപ്പ് എന്നാ പറയാം. നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്ക്. ഇന്നത്തെ തലമുറയുടെ ഒരു ട്രെൻഡാണത്. എന്താ ഈ സോളോ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ? ഗോ ഓൺ ട്രിപ്സ് ബൈ ദംസെൽഫ് വിത്തൗട്ട് ഫ്രണ്ട് ഓർ കമ്പാനിയൻസ്. കൂട്ടുകാരോ കമ്പനിയോ ആരുമില്ല. ഒറ്റക്ക് എൻജോയ് ചെയ്യണം എന്ന, ഗ്രൂപ്പിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ആസ്വദിക്കണം എന്ന ഒരു ചിന്താഗതി ഇന്നത്തെ മനുഷ്യനെ വല്ലാതെ പിടിപെട്ടിരിക്കുന്നു എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെ ഈ ചിന്താഗതി വെച്ച് പുലർത്തുന്ന ഒരാൾക്ക് എങ്ങനെയാണ് കുടുംബജീവിതം നയിക്കാൻ കഴിയുക? എങ്ങനെയാണ് ഗ്രൂപ്പായിട്ട് ജീവിക്കാൻ കഴിയുക? എങ്ങനെയാണ് ഒരു കുടുംബ സംവിധാനത്തെ നിയന്ത്രിക്കാൻ കഴിയുക? ഒരിക്കലും കഴിയൂല. ഇത് ട്രീറ്റ് ചെയ്യപ്പെടേണ്ട വിഷയമാണ്. ഇതാ ഞാൻ പറഞ്ഞത്, പുതിയ കാല പ്രശ്നം എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്തൊന്നും കാണാത്ത ചില പുതിയ പ്രശ്നങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നുള്ളൊരു പ്രശ്നം എന്താണെന്നറിയോ? നിയന്ത്രണം പാടില്ല. ഇന്നത്തെ പ്രശ്നമാണ്, ആരും നിയന്ത്രിക്കാൻ പാടില്ല. എന്നെ ആരും നിയന്ത്രിക്കരുത്. അധ്യാപകൻ ഇങ്ങനെ നോക്കിയിട്ട് പറയണേ, എന്നെ നിയന്ത്രിക്കരുത് കേട്ടോ. എന്നെ നിയന്ത്രിച്ചാ പുറത്തിറങ്ങിയാ ഞാൻ തീർത്ത് കളയുന്നാ പറഞ്ഞത്. അല്ലേ, നമ്മൾ കേട്ടില്ലേ? നമ്മളെ നാട്ടിൽ നിന്ന് കേട്ട ഒരു ശബ്ദമാണത്. ആര് വാപ്പ നിയന്ത്രിക്കുന്നത് ഇഷ്ടല്ല, ഉമ്മ നിയന്ത്രിക്കുന്നത് ഇഷ്ടല്ല. നിയന്ത്രണം എന്ന വാക്ക് കേട്ടാൽ തന്നെ അലർജിയാണ്. എന്തുമാത്രം വലിയൊരു അപകടമാണെന്ന് ആലോചിച്ച് നോക്ക്. ഞാനും എൻ്റെ വാപ്പിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അത്ര സുഖല്ല. എന്തേ? ഞങ്ങൾ തമ്മിലൊരു ടോക്സിക് റിലേഷൻഷിപ്പാണ്. അത് വാപ്പവൻ ചെയ്യുന്ന പണി ചെയ്യരുത് എന്ന് പറയും, പാടില്ല എന്ന് പറഞ്ഞ് ചൂടാവും. ചിലപ്പോ ഒന്ന് ദേഷ്യപ്പെടും. വാപ്പ ചൂടായാൽ ഞാനും എൻ്റെ ഉപ്പയും തമ്മിലുള്ള ബന്ധം അത്ര നല്ലതല്ല. എന്നിട്ട് ആ ഒരു റിലേഷൻഷിപ്പിനെ, അല്ലെങ്കിൽ വാപ്പയുടെ ആ ഒരു സമീപനത്തെ മോശമായി ചിത്രീകരിക്കുന്ന പുതുതലമുറ. നിയന്ത്രണമില്ലാതെ ആർക്കെങ്കിലും ഇവിടെ ജീവിക്കാൻ കഴിയൂ? തെറ്റായ ധാരണ നമ്മുടെ മനസ്സിൽ വന്നുകൂടിയിരിക്കുകയാണ്. നിയന്ത്രണമില്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ, മനുഷ്യന് ഒരു നിയന്ത്രണമില്ലാതെ ജീവിക്കാൻ പറ്റും? എന്തെല്ലാം കാര്യങ്ങൾ ഇവിടെ നിയന്ത്രിക്കപ്പെടുന്നുണ്ട്. ഇപ്പൊ ഇന്ത്യ രാജ്യത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ഇന്ത്യ രാജ്യത്തിന്റെ എന്തെല്ലാം നിയന്ത്രണങ്ങളുണ്ട്, എന്തെല്ലാം നിയമങ്ങളുണ്ട്. ഇവിടെ ഭരണഘടനയുണ്ട്. നമ്മുടെ ഒരു വാഹനം ഓടിക്കുമ്പോൾ എന്തെല്ലാം നിയന്ത്രണങ്ങൾ അതിലുണ്ട്. നമ്മുടെ ഒരു ഓഫീസിൽ ചെല്ലുമ്പോൾ എന്തെല്ലാം നിയന്ത്രണങ്ങളുണ്ട്. നിയന്ത്രണങ്ങളില്ലാതെ ഈ ലോകത്തൊരു മനുഷ്യന് ജീവിക്കാൻ കഴിയോ? അപ്പൊ നമ്മുടെ മക്കളുടെ മനസ്സുകളിലെല്ലാം തെറ്റായ ധാരണകൾ ആരൊക്കെയോ കുത്തിവെച്ചിരിക്കുകയാണ്. എന്നിട്ട് ആരും നിയന്ത്രിക്കാൻ പാടില്ല. വാപ്പ ഒരു കാര്യം പറയാൻ പാടില്ല, ഉമ്മ ഒരു കാര്യം പറയാൻ പാടില്ല. അഡ്വൈസ്, ഉപദേശം എന്ന കാര്യത്തോട് തീരെ താല്പര്യമില്ല. എന്നെ ഉപദേശിക്കണ്ട, ഉപദേശത്തോട് താല്പര്യമില്ല. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഞാൻ ഈ വിഷയങ്ങൾ ഇങ്ങനെ പഠിച്ചപ്പോ, ഇന്നത്തെ സമൂഹം അനുഭവിക്കുന്ന, കുടുംബങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഇങ്ങനെ പഠിച്ചപ്പോ, എനിക്ക് ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോ 2018 നടന്നൊരു പഠനം മനസ്സിലാക്കാൻ കഴിഞ്ഞു. ആ പഠനത്തിന്റെ പേരെന്താണെന്നറിയോ? ഗാമോഫോബിയ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അത് വേറൊരു പ്രശ്നമാണ്. എന്താ ഗാമോഫോബിയ? ഫോബിയ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ അറിയാം, പേടി എന്നാണ്. പേടി. ഇസ്ലാമോഫോബിയ നമ്മൾ കേൾക്കാറുണ്ട്. ഗാമോഫോബിയ, ഗാമോ എന്ന പദം ഗ്രീക്ക് പദമാണ്. ഗാമോ എന്ന പദത്തിന്റെ അർത്ഥം വിവാഹം എന്നാണ്. വിവാഹപ്പേടി, അതായത് ഫിയർ ഓഫ് കമ്മിറ്റ്മെന്റ്. വിവാഹം എന്ന് പറഞ്ഞാല്, മുമ്പ് പറഞ്ഞ പ്രശ്നം എന്താ വെച്ചാൽ വിവാഹം തന്നെ വേണ്ടെന്നാണ്. ഇതല്ല, വിവാഹം കഴിക്കുന്നത് പേടി. യുവതലമുറക്ക് വിവാഹം കഴിക്കുന്നതിന് പേടി. എന്തൊക്കെയാണെന്നറിയോ? പ്രധാനപ്പെട്ട കാരണങ്ങൾ പറയുന്നത് ശരിക്കും നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ട വിഷയമാണ്. അതിൽ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് പ്രണയമാണ്. ഇന്ന് നോക്കൂ നിങ്ങൾ, ഇന്ന് മിക്കവാറും ഒരു 88% കുട്ടികളും പ്രണയത്തിന്റെ കുളത്തിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്, സർവ്വസാധാരണമാണ്. ഹൈസ്കൂൾ തലങ്ങളിൽ നിന്ന് തന്നെ കുട്ടികൾ പ്രണയിക്കുകയാണ്. പ്രണയം എന്ന് പറഞ്ഞാൽ അതൊരു പ്രശ്നമല്ല ഇന്നത്തെ കാലത്ത്. എന്നിട്ട് എന്താ സംഭവിക്കുന്നതെന്നറിയോ? ഇത് ഒരു വേള രക്ഷിതാക്കളും കുട്ടികളും ആരും ഇതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല.
വളരെ അപകടകരമായ ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പല പ്രണയങ്ങളും വിവാഹത്തിലാണ് കലാശിക്കുന്നത്, വിവാഹത്തിലെത്തുകയാണ്. എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് അറിയോ? അങ്ങനെ ഈ പ്രണയ വിവാഹം നടക്കുമ്പോ ഈ വിവാഹം അധിക നാള് നീണ്ടു നിൽക്കുകയില്ല. നിങ്ങൾ പരിശോധിച്ചു നോക്കൂ, പ്രണയ വിവാഹങ്ങളിൽ 99% അധിക കാലം നീണ്ടു നിൽക്കൂല. 3, 4, 5 വർഷങ്ങൾ, ഏറി വന്ന 1 കൊല്ലം, 2 കൊല്ലം, 6 മാസം ഒക്കെ കഴിഞ്ഞാൽ ഇടയ്ക്ക് വെച്ച് അത് പൊട്ടിപ്പോകുകയാണ്. അപ്പൊ പൊട്ടിപ്പോകുമ്പോ അതിൽ നിന്ന് കുട്ടികൾക്ക് കിട്ടുന്ന ഒരു ദുരനുഭവം ഉണ്ട്. സ്കൂളിലും കോളേജിലും ഒക്കെ ഇങ്ങനെ മിനിങ്ങി നടന്നപ്പോ പ്രേമിച്ചപ്പോ ഇത് വലിയൊരു സ്വർഗലോകമായിരിക്കുമെന്നാണ് ചിന്തിച്ചത്. അങ്ങനെ വിവാഹം കഴിച്ചാൽ എന്നെ തിരക്കേടില്ല എന്ന ഒരവസ്ഥയിലേക്ക് എത്തി. അങ്ങനെ 2 കുടുംബങ്ങളും ഏതായാലും ഇപ്പൊ അങ്ങനെ അവര് കണക്ഷൻ ആയതല്ലേ, ഇനി രക്ഷല്ല, നിർബന്ധത്തിന് വഴങ്ങി രക്ഷിതാക്കളൊക്കെ ഒരുങ്ങി വിവാഹം ചെയ്തു. എന്താ ഉണ്ടാകുന്നതെന്നറിയോ? ആ വിവാഹം പൊട്ടിപ്പോകുമ്പോ ആ വിവാഹത്തിൽ നിന്ന് ഞാൻ കണ്ടതുപോലെയല്ല എന്റെ പ്രണയിനി എന്ന് മനസ്സിലാകുമ്പോ, ദുരനുഭവങ്ങൾ ഉണ്ടാകുമ്പോ ആ കുട്ടി എന്ത് ചെയ്യാണ്? തന്റെ കമ്പനികളോടൊക്കെ അല്ലെങ്കിൽ തന്റെ കൂട്ടുകാരികളോടൊക്കെ പറയാണ്, എനിക്ക് ഇന്ന അനുഭവങ്ങൾ ഉണ്ടായി, എന്ന പ്രയാസങ്ങൾ ഉണ്ടായി. അവരൊക്കെ വിവാഹത്തെക്കുറിച്ച് പിന്നെ പേടിയാണ്, വിവാഹത്തെക്കുറിച്ച് ഭയമാണ്. കാരണം എന്താ? ഈ പ്രണയം എന്ന് പറയുന്നത് ശരിക്ക് ഒരു ചോയ്സ്, ഒരു തെരഞ്ഞെടുക്കലല്ല. ഞാനൊരു ഉദാഹരണം പറയാം, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതായത് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് പ്രേമിച്ച ഒരു കുട്ടിയെ വിവാഹം കഴിക്കാൻ വേണ്ടി ഒരു യുവാവ് ആ കുട്ടിയുടെ വീട്ടിൽ ചെന്നിട്ട് ഉമ്മാനോട് പറഞ്ഞു, ഞങ്ങൾ തമ്മിൽ പ്രണയത്തിലാണ്, എനിക്ക് ഇവളെ വിവാഹം കഴിച്ചു തരണം, ഞാൻ തയ്യാറാണ്. കോളേജിൽ പഠിക്കുന്ന കാലത്താണ് ചോദിക്കുന്നത്. അപ്പോ ഉമ്മ ചോദിച്ചു, നിനക്ക് എന്റെ മകളെ വിവാഹം കഴിച്ചു തരാൻ എന്ത് ജോലിയാണ് നിന്റെ കയ്യിലുള്ളത്? അപ്പൊ അയാള് പറഞ്ഞു, എനിക്ക് ജോലിയൊന്നുമില്ല, പക്ഷെ ഞാൻ ജോലി നോക്കിക്കോളാം, ഉടൻ എനിക്ക് ജോലിയാകും. അപ്പൊ ആ ഉമ്മ പറഞ്ഞു, എന്തെന്നറിയോ? നീ നല്ലൊരു ജോലി കണ്ടെത്തിയിട്ട് വാ, അപ്പൊ നമുക്ക് ആലോചിക്കാം. അങ്ങനെ അയാള് പോയി വാപ്പാന്റെ അടുത്ത് പറഞ്ഞു, വാപ്പാ, എനിക്ക് ഇനി തുടർന്ന് പഠിക്കാനൊന്നും താല്പര്യമില്ല, എനിക്ക് നല്ലൊരു ബിസിനസ് ചെയ്യണം, അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു മൂലധനം എനിക്ക് കച്ചവടം ചെയ്യാൻ വേണ്ടി തരണം. വാപ്പ സമ്പന്നനായ വാപ്പ കുറച്ച് ക്യാഷ് അയാൾക്ക് കൊടുത്തു. എവിടെങ്കിലും പോയിട്ട് ബിസിനസ് ചെയ്യ്, കച്ചവടം ചെയ്യ്. അയാൾ പോയി കച്ചവടം ചെയ്തു, ഗൾഫിൽ പോയി ഇൻവെസ്റ്റ് ചെയ്തു, വലിയ സമ്പന്നനായി മാറിയ അയാൾ. അങ്ങനെ കുറെ കച്ചവട സ്ഥാപനങ്ങളുടെ ഉടമയായി. പിന്നീട് അയാൾ വർഷങ്ങൾക്ക് ശേഷം അതേ വീട്ടിൽ കടന്നു ചെന്ന് ഉമ്മയോട് പറയാണ്, ഉമ്മ, എനിക്ക് നിങ്ങളെ മകളെ വിവാഹം ചെയ്തു തരണം. അന്ന് നിങ്ങൾ ചോദിച്ചില്ലേ ഞാൻ എങ്ങനെ അവളെ പോറ്റുമെന്ന്? എനിക്കിപ്പോ പോറ്റാനുള്ള സംവിധാനങ്ങളും സൗകര്യങ്ങളും ഉണ്ട്, ഇന്ന സ്ഥാപനങ്ങൾ എന്റെ പേരിലുണ്ട്. ശരി, നമുക്ക് വിവാഹത്തിലേക്ക് നീങ്ങാം, ഞാൻ ആലോചിക്കട്ടെ. വാപ്പ ഗൾഫിലാണ്. വാപ്പയോട് അന്വേഷിച്ച് കുടുംബങ്ങളും ഒക്കെ കൂടിയാലോചന ചെയ്ത് വിവാഹം ചെയ്തു കൊടുത്തു. പക്ഷേ അധിക നാൾ ആ വിവാഹബന്ധം നീണ്ടു നിന്നില്ല. എന്തേ കാരണം? അതൊരു കൃത്യമായ തെരഞ്ഞെടുക്കലായിരുന്നില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. വിവാഹം എന്ന് പറഞ്ഞാൽ അങ്ങാടി കാണുമ്പോഴോ അതല്ലെങ്കിൽ സ്കൂളിൽ കുറച്ചു കാലം 1 കൊല്ലം കൂടെ പഠിച്ചാലോ കോളേജിൽ ഏതെങ്കിലും അപ്പുറത്തെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ പരിചയപ്പെട്ട് പ്രണയിച്ച് വിവാഹത്തിലെത്തുകയോ അങ്ങനെയൊന്നുമല്ല വേണ്ടത്. അതൊന്നും ലൈഫിൽ നിലനിൽപ്പുണ്ടാവില്ല. മനസ്സിലാക്കണം. എന്താണെന്നറിയോ? അത് കൃത്യമായ തെരഞ്ഞെടുപ്പല്ല. വിവാഹം എന്ന് പറയുമ്പോൾ ആ വിവാഹത്തിൽ 2 പേരും യോജിക്കണം, അല്ലേ? കുഫുവക്കണം, സംസ്കാരം യോജിക്കണം, കുടുംബ പശ്ചാത്തലം നോക്കണം, നാട് നോക്കണം, സംസ്കാരം നോക്കണം, ദീന് നോക്കണം, സ്വഭാവം നോക്കണം, അന്വേഷിക്കണം. എന്നിട്ട് കൃത്യമായി ബോധ്യമുള്ള നല്ല ചെറുപ്പക്കാരനാണെങ്കിൽ, നല്ല പെൺകുട്ടിയാണെങ്കിലാണ് അവർ തമ്മിൽ വിവാഹത്തിൽ ഏർപ്പെടേണ്ടത് എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. പക്ഷെ ആരാ നോക്കാറുള്ളത്? അള്ളാഹുവിന്റെ റസൂല് ഒരാളുടെ കുറ്റം പറയുന്നത്, ഇത്രമാത്രം ഗീബത്ത് പറയുന്നത് എത്രമാത്രം ഗൗരവത്തോടുകൂടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അന്ത്യനാളിൽ കൊളുത്തുകൾ കൊണ്ട് അയാളുടെ വായ വലിച്ചു കീറുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഗീബത്ത് പറഞ്ഞാൽ നമ്മുടെ കർമ്മങ്ങളെല്ലാം നിഷ്ഫലമായി പോകുമെന്ന് അവിടുന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ആ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമാണ് വിവാഹാലോചനയുടെ വിഷയത്തിൽ ഒരു പെൺകുട്ടിയുടെ ന്യൂനത പറയാൻ, ഒരു യുവാവിന്റെ ന്യൂനത പറയാൻ, അത് അന്വേഷിക്കാൻ, അതുണ്ടെങ്കിൽ തുറന്നു പറയാൻ സമൂഹത്തിന് അവസരം നൽകുന്നത്. എന്തുകൊണ്ടാണത്? ആ ബന്ധം ഊഷ്മളമായി നിലനിൽക്കണം. എന്തെങ്കിലും ഒരു ന്യൂനത ഉണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ ആ ബന്ധത്തിലേക്ക് പോകരുത്, പാരവെക്കാനല്ല, സത്യസന്ധമായ നിലക്ക്. അതൊന്നും ഇവിടെ നടക്കുന്നില്ല. ഇവിടെ ഒരു അന്വേഷണമില്ല. വിവാഹം കഴിക്കുന്ന
സ്ത്രീ പുരുഷന്മാർ പരസ്പരം കാണാൻ ഇസ്ലാം അനുവാദം കൊടുത്തു. എന്തിനാണത്? ആ ബന്ധം നിലനിൽക്കാനാണ്. ഇതൊന്നും നടക്കാതെ പ്രേമം പ്രേമം എന്ന് പറഞ്ഞ്, പ്രണയം എന്ന് പറഞ്ഞ്, അത് പാടില്ല, അത് തെറ്റാണെന്ന് പറഞ്ഞാൽ അതിനെതിരെ കുതിര കയറാൻ വേണ്ടി മീഡിയകളും അതേപോലെ തന്നെ വളർന്നു വരുന്ന യുവതലമുറയും ഒക്കെ ഒരുങ്ങുമ്പോ എന്താ ഉണ്ടാകുന്നതെന്നറിയോ? പ്രണയത്തിലൂടെ വിവാഹത്തിൽ എത്തിപ്പെട്ട. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ഇന്റർവ്യൂ കൊണ്ട്, ഒരു പെൺകുട്ടിയുടെ ഇന്റർവ്യൂ, ഒരു ചാനലിൽ കൊടുക്കുന്ന ഇന്റർവ്യൂ ആണ്. എന്നിട്ട് അവള് പറയാണ് ഞാൻ ഡിവോഴ്സായി. എന്നിട്ട് അവള് പറയുന്ന കാര്യം എന്താ അറിയോ? എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഡിവോഴ്സികളാണ്, എന്റെ കൂട്ടുകാരികളൊക്കെ ഡിവോഴ്സികളാണ്. എന്തേ കാരണം? അവരൊക്കെ പ്രണയത്തിലൂടെ പ്രണയവിവാഹമായിരുന്നു. അത് ആ കണ്ടതുപോലെയല്ല. കുറച്ചു നാള് ജീവിച്ചപ്പോഴാണ് യുവാവിന്റെ, അതല്ലെങ്കിൽ വിവാഹം കഴിച്ച ചെക്കന്റെ സ്വഭാവം ബോധ്യപ്പെടുന്നത്. അവൻ കഞ്ചാവിന് അടിമയാണ്, ലഹരിക്കടിമയാണ്, MDMA ഉപയോഗിക്കുന്നയാളാണ്. അവന്റെ കൂടെ ജീവിക്കാൻ, പൊറുപ്പിക്കാൻ കഴിയില്ല. വേറൊരു പെൺകുട്ടി പറയുന്നത്, പ്രണയത്തിലൂടെ വിവാഹം കഴിച്ചിട്ട് എന്നെ അവന്റെ കൂട്ടുകാരന്മാർക്ക് കാഴ്ചവെച്ച അവിടെ നിന്ന് ചാടി ഓടി രക്ഷപ്പെട്ട് വന്ന് മീഡിയക്ക് മുമ്പിൽ വന്ന് തന്റേതായ ദയനീയത വിളിച്ചു പറയുന്നത് നമ്മൾ കാണുകയാണ്. ഇങ്ങനെ എത്ര വിവാഹമോചനങ്ങളാണ് നമ്മുടെ ഉമ്മത്തിൽ, നമ്മുടെ സൊസൈറ്റിയിൽ നമ്മൾ കാണുന്നത്. എങ്ങനെയാണ് ഈ വിവാഹപ്പേടി വന്നത്? എങ്ങനെയാണ് ഈ ഗാമോഫോബിയ വന്നത്? ഇങ്ങനെയുള്ള ദുരനുഭവങ്ങൾ. രണ്ടാമതൊരു കാരണം കൊണ്ട് വിവാഹപ്പേടിക്ക്, അതെന്താണെന്നറിയോ? ഇപ്പോഴും മാറാൻ തയ്യാറാകാത്ത നമ്മുടെ വീടുകളിലെ അമ്മായിമ്മമാർ. സ്ത്രീകൾ എന്നോട് ക്ഷമിക്കണം, എല്ലാരും അങ്ങനെയാണ് നല്ല പറയുന്നത്. പക്ഷേ മാറാൻ തയ്യാറില്ലാത്ത, പരമ്പരാഗതമായി ഞാനൊരു അമ്മായിമ്മയാണെന്ന് പറഞ്ഞ് ആ ഗർവ് നടിക്കുന്ന, പഴയ കാലത്ത് നിന്ന് ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇപ്പോഴും നമ്മുടെ കുടുംബാന്തരീക്ഷങ്ങളിൽ ചില അമ്മായിമ്മ റോൾ അനുഭവിക്കുന്ന, അഭിനയിക്കുന്ന സ്ത്രീകളെ നമുക്ക് കാണാൻ കഴിയും. നല്ല ഉമ്മയായിരിക്കും, നല്ല ഉമ്മ. പക്ഷേ മകൻ വിവാഹം കഴിച്ചൊരു മരുമകള് വീട്ടിലേക്ക് വന്നാൽ ഉമ്മ മെല്ലെ മെല്ലെ ചേഞ്ച് ചെയ്യാൻ തുടങ്ങും. എന്നിട്ട് ഒരു അമ്മായിമ്മയുടെ റോളിലേക്ക് ഉമ്മ മാറാൻ തുടങ്ങും. വല്ലാത്തൊരവസ്ഥയാണത്. എന്നിട്ടോ ഒന്നിനും സമ്മതിക്കൂല. അവിടെ വരുന്ന ഈ പെൺകുട്ടികളെ, പുതിയ കാല ജനറേഷൻ, ന്യൂ ജനറേഷനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ചിന്താഗതികളും പല നിലക്കുള്ള ഇഞ്ചക്ഷനുകളൊക്കെ കിട്ടിയ കുട്ടികളാണ്. കലാലയങ്ങളിൽ നിന്നും മീഡിയകളിൽ നിന്നൊക്കെ പലതും കിട്ടിയിട്ടാണ് വരുന്നത്, അല്ലേ? അങ്ങനെയുള്ള കുട്ടി നമ്മുടെ കുടുംബത്തിലേക്ക് കയറി വരുമ്പോഴോ ആ കുട്ടിക്ക് ഒരു സ്വാതന്ത്ര്യമില്ല, ഒന്നും ചെയ്യാൻ പറ്റൂല. മകള് പഠിക്കാൻ പോണിന് കുഴപ്പമില്ല, പക്ഷെ മരുമകള് പഠിക്കാൻ പോണെന്ന് പറഞ്ഞാലോ അപ്പ ചൊറിച്ചിൽ തുടങ്ങും അമ്മായിമ്മ. മകള് പഠിക്കാൻ പോയിക്കോട്ടെ, അതിന് യാതൊരു പ്രശ്നമല്ല, പക്ഷെ മരുമകള് പഠിക്കാൻ പോകാൻ പാടില്ല. കല്യാണം കഴിക്കണ സമയത്ത് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല, ഓൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, പഠിക്കാൻ പോകണമെങ്കിൽ പഠിക്കാ, ഞങ്ങൾ പഠിപ്പിച്ചോളാ. പക്ഷേ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ പ്രശ്നങ്ങളായി. ഇവിടെ അതിന് ആൾക്കാർ എല്ലാവരും പോയ ഇവിടെ ആരാ ഉള്ളത്? ഇവിടുത്തെ കാര്യങ്ങൾ ഇനി എന്താ ചെയ്യാ? തുടങ്ങും പ്രശ്നങ്ങള്, അല്ലേ? എത്ര കുട്ടികളാ പറയലേറിയോ? ഉസ്താദേ, ഞാൻ എന്റെ പഠനം പാതി വഴിക്ക് അവസാനിപ്പിക്കേണ്ടി വന്നത് എന്റെ അമ്മായിമ്മയുടെ ഒരൊറ്റ കാരണം കൊണ്ടാണ്. ആരാണ് ഈ പാപഭാരം സഹിക്കുക? ഈ ഉമ്മത്തിൽ ഉണ്ടാകുന്ന ഈ ഡാമേജ്, ഇത്തരം കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം നമ്മൾ കാണേണ്ടതില്ലേ? എന്റെ സദസ്സിലിരിക്കുന്ന സഹോദരിമാരെ ആക്ഷേപിക്കാനല്ല, നിങ്ങൾ ആരും അങ്ങനെയാണെന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷെ നമ്മുടെ സമൂഹത്തിൽ ചിലരെങ്കിലും അങ്ങനെയുണ്ട്. നമ്മൾ പരിഹരിക്കപ്പെടേണ്ട വിഷയമാണ്. പോസിറ്റീവുകളൊന്നും കാണൂല, അല്ലേ? പോസിറ്റീവുകൾ, അതായത് നല്ല കാര്യങ്ങളൊന്നും കാണുകയോ പ്രശംസിക്കുകയല്ല. എവിടെയെങ്കിലും അബദ്ധത്തിൽ ഒരു ചെറിയ തെറ്റ് സംഭവിച്ചാൽ അതിനെ പർവ്വതീകരിക്കുകയും അതിങ്ങനെ പൊക്കിപ്പിടിക്കുകയും എന്നിട്ട് അതിന്റെ പേരിൽ പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യും. ഞാൻ പറഞ്ഞില്ലേ, ഇന്നലെ ഒരു കുട്ടി എന്നെ വിളിച്ചു, എന്നിട്ട് പറഞ്ഞു എന്താ പ്രശ്നം? ഞാൻ ആ വീട്ടിലേക്ക് ചെന്ന നാള് മുതൽ ഞാൻ അനുഭവിക്കുകയാണ് ഉസ്താദേ. ബന്ധി മോളെ, ആ കുട്ടി ആദ്യമായിട്ട് എന്നോട് പറഞ്ഞ കാര്യം എന്താണെന്നറിയോ? ഞാന് വിവാഹം കഴിഞ്ഞ് ഭർത്താവിന്റെ വീട്ടിലെത്തി. അപ്പൊ ഞാൻ വിചാരിച്ചത് എന്താ, എൻ്റെ ഭർത്താവിൻ്റെ ഉമ്മയെയും എൻ്റെ ഭർത്താവിൻ്റെ വാപ്പയെയും അവിടുത്തെ സഹോദരങ്ങളെ ഒക്കെ കൂട്ടുപിടിച്ച് എല്ലാവരോടൊരു നല്ല ഒരു കൈൻഡായ നിലയ്ക്ക് എല്ലാവരോടും പെരുമാറി നല്ല നിലയ്ക്ക് അവിടെ ജീവിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ആദ്യത്തെ ദിവസം തന്നെ വീടിൻ്റെ മുകളിൽ ടെറസിൽ അവിടെ ആ വീട്ടിലെ മുഴുവൻ അംഗങ്ങളുടെയും ഡ്രസ്സ് അലക്കിയിട്ടത് ഞാൻ കണ്ടു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു എന്നറിയോ,
എന്റെയും ഭർത്താവിന്റെയും ഡ്രസ്സ് അവിടെ അലക്കിയിട്ടിട്ടുണ്ട്, അത് മാത്രം എടുത്തുകൊണ്ട് വന്നാൽ ഇനി അമ്മായിമ്മയും വീട്ടിലുള്ള ആളുകളും തെറ്റിദ്ധരിക്കേണ്ട, ഞങ്ങളെ കാര്യം മാത്രം നോക്കിയെന്ന്. അതുകൊണ്ട് ഞാൻ അവിടെ കിടന്ന് മുഴുവൻ ഡ്രസ്സും പെറുക്കിക്കൊണ്ടുവന്ന് ഞാൻ എൻ്റെ ഉമ്മയുടെ അടുക്കൽ കൊടുത്തു. ആ സമയത്ത് എൻ്റെ ഉമ്മ എന്നോടൊരു കയർക്കലാണ്. കുട്ടി പറയാണ്, ആരോട് ചോദിച്ചിട്ടാ ഇത് നീ കൊണ്ടുവന്നത്? ഇതൊന്നും ഉണങ്ങിയിട്ടില്ലല്ലോ, ഉണങ്ങാതെ കൊണ്ടുവരാൻ ആരാ നിന്നോട് പറഞ്ഞത്? ഇവിടെ എന്ത് ചെയ്യുകയാണെങ്കിലും ഈ മനസ്സിലാക്കണം, നമ്മൾ പറയാതെ നമ്മളോട് ചോദിക്കാതെ ഒരു പണി ഇവിടെ എടുക്കരുത് എന്നാ കുട്ടിയോട് പറഞ്ഞു. അതോടുകൂടെ ആകെ മാറി മറിഞ്ഞു. ആദ്യത്തെ അനുഭവമാണിത്. ആയിക്കോട്ടെ, ഉണങ്ങാത്ത ഡ്രസ്സാവാം, അതിന് പറയാനൊരു ശൈലിയില്ലേ സഹോദരിമാരെ, പറയാനൊരു രീതിയില്ലേ ഇല്ലേ? അപ്പൊ അവിടെയൊക്കെ ഉണ്ടാകുന്ന സംഭാഷണ പിഴവുകൾ, അവിടെയൊക്കെ ഉണ്ടാകുന്ന നമ്മുടേതായ ഇടപഴക്കം, അത് വലിയ പ്രശ്നങ്ങളിലേക്ക് നീങ്ങും. ഞാൻ ദീർഘിപ്പിച്ച് സംസാരിക്കല്ല, 10 മിനിറ്റ് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. പക്ഷേ കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലാക്കണം. അതേപോലെ തിരിച്ചും സംഭവിക്കാറുണ്ട്. ഇപ്പോ വീടുകളിലേക്ക് കയറി ചെല്ലുന്ന മരുമക്കൾ, അവർക്ക് ഏതാണെങ്കിലും അമ്മായിമ്മയേക്കാൾ വിവരമുള്ള ആളുകളായിരിക്കുമല്ലോ. ആ വിദ്യാഭ്യാസത്തിന്റെ പക്വത കാണിക്കാൻ പലർക്കും കഴിയാതെ പോവാറുണ്ട്. ഒന്ന് പക്വത കാണിച്ചാൽ മതി. പ്രായമായ ആളുകളുടെ പെരുമാറ്റങ്ങളിൽ ഒന്ന് പക്വമായി ഇടപെട്ട് അവരെന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അത് മൈൻഡ് ചെയ്യാതെ അതിനെ നല്ല നിലക്ക് കൈകാര്യം ചെയ്ത് നല്ല പെരുമാറ്റം കൊണ്ട് നല്ല പെരുമാറ്റം തിരിച്ചു കൊടുക്കാൻ കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ നന്നായി മാറാനും സാധ്യതയുണ്ട്. പക്ഷെ ആ സാധ്യതകളെയും പലരും തള്ളിക്കളയാണ് ചെയ്യാറുള്ളത്. ഇത് പറയുമ്പോഴാണ് ഒരു കഥ എനിക്ക് ഓർമ്മ വരുന്നത്. ഒരു മരുമകള്, ഏതോ ഒരു നാട്ടിലെ മരുമകള് അമ്മായിമ്മയെ കൊണ്ട് സഹിക്കാൻ പറ്റാതെ ഇടങ്ങേറായി. അവസാനം അവൾ ചിന്തിച്ചു, എനിക്ക് വീട്ടിൽ എൻ്റെ ഭർത്താവാണെങ്കിൽ നല്ല ഭർത്താവും, പക്ഷെ അമ്മായിമ്മ സ്വൈരം തരുന്നില്ല, ഞാൻ ഇനി എന്താ ചെയ്യാ? അങ്ങനെ അവൾ ആലോചിച്ച് കുറേ ദിവസം ചിന്തിച്ചപ്പോൾ അവസാനം അവള് എത്തിയ തീരുമാനം എന്താന്ന് ചോദിച്ചാൽ, അമ്മായിമ്മയെ എങ്ങനെയെങ്കിലും കൊല്ല, അതല്ലാതെ ഇനി വേറൊരു വഴിയില്ല. അങ്ങനെ അവൾ ആലോചിച്ചു, എങ്ങനെ അമ്മായിമ്മയെ കൊല്ലും, എങ്ങനെ ഈ പദ്ധതി നടപ്പിലാക്കും? അവൾ ചിന്തിച്ച് ആലോചിച്ച് അവസാനം ഒരു ഡോക്ടറെ അടുത്ത് ചെന്നു. ഡോക്ടറെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, ഡോക്ടറെ, ഞാൻ ആകെ മാനസിക പ്രതിസന്ധിയിലാണ്, എൻ്റെ അമ്മായിമ്മയെ കൊണ്ട് എനിക്ക് സഹിക്കാൻ വയ്യ, അതുകൊണ്ട് എൻ്റെ അമ്മായിമ്മയെ പടിപടിയായി കൊല്ലുന്ന ഒരു മരുന്ന് നിങ്ങൾ എനിക്ക് തരണം. ഒറ്റയടിക്ക് എൻ്റെ അമ്മായിമ്മയെ കൊന്നാൽ ഞാൻ പ്രതിയാവും, എല്ലാവരും എന്നെ പിടിച്ച് ശിക്ഷിക്കും, ഞാൻ കൊലയാളിയായി മാറും. അതുകൊണ്ട് വർഷങ്ങൾ കഴിയുമ്പോഴേക്ക് എൻ്റെ അമ്മായിമ്മ ഈ പദ്ധതി നടപ്പാക്കി കഴിഞ്ഞാൽ വർഷങ്ങൾ കഴിയുമ്പോഴേക്ക് ഒരു നാൾ ഇത് പൂർത്തീകരിക്കുമ്പോ, ഈ മരുന്ന് കഴിച്ച് പൂർത്തീകരിക്കുമ്പോ എൻ്റെ അമ്മായിമ്മ മരിക്കണം. ഞാൻ നിനക്കൊരു പച്ച മരുന്ന് തരാം. ഈ പച്ച മരുന്ന് ഒരു വിഷമാണ്. ഇത് നീ കൊണ്ടുപോയി അമ്മായിമ്മക്ക് ദിവസവും കുറച്ച് ഇങ്ങനെ കൊടുത്താൽ ഒരു പ്രത്യേക കാലം കഴിയുമ്പോഴേക്ക് അമ്മായിമ്മാന്റെ കഥ കഴിയും. ശരി, അങ്ങനെ ഡോക്ടർ മരുന്ന് കൊടുത്തു പോകുമ്പോ മരുമകളോട് പറഞ്ഞു, പക്ഷെ ഒരു കാര്യം നീ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അതെന്താണ്? ഇന്ന് മുതൽ നീ നിന്റെ പദ്ധതി നടപ്പിലാക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും നിന്നെ ഒരാൾക്കും സംശയം ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് ഇന്നലകളിൽ നിന്റെ അമ്മായിമ്മയോട് നീ എങ്ങനെയാണോ പെരുമാറിയിരുന്നത് അതിനേക്കാൾ ഏറ്റവും നല്ല രൂപത്തില് ഇന്നു മുതൽ നിന്റെ അമ്മായിമ്മയോട് നീ പെരുമാറാൻ പാടുള്ളൂ, ഇടപഴകാൻ പാടുള്ളൂ. ഒരാൾക്കൊരു സംശയം ഉണ്ടാകാൻ പാടില്ല. അവൾ ഇങ്ങനെ കേട്ടിട്ട് തലയാട്ടി. ശരി, അത് ഞാൻ ഏറ്റു. അങ്ങനെ അവള് വീട്ടിൽ ചെന്നു, അവളുടെ പദ്ധതി നടപ്പാക്കാൻ തുടങ്ങി. അവള് ഇന്നലകളിൽ എങ്ങനെ പെരുമാറിയോ അതിനേക്കാൾ ഉമ്മാനെ സ്നേഹിക്കാനും ഉമ്മാക്ക് എല്ലാം ചെയ്തു കൊടുക്കാനും ദിവസവും ഉമ്മാക്ക് മരുന്നും കൊടുത്തു. വർഷങ്ങൾ കഴിഞ്ഞപ്പോ അമ്മായിമ്മയുടെ സ്വഭാവങ്ങളിൽ വലിയ മാറ്റങ്ങളുള്ളതായി അവൾക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. വലിയ മാറ്റങ്ങളുള്ളത് അവൾ ഇങ്ങനെ അനുഭവിക്കുകയാണ്. എന്റെ സ്വന്തം ഉമ്മയേക്കാൾ എന്റെ അമ്മായിമ്മ എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന് അവൾക്ക് തോന്നുകയാണ്. അങ്ങനെ അവൾക്ക് മനസ്സിലായി, എന്റെ അമ്മായിമ്മ എന്നെ വല്ലാതെ സ്നേഹിക്കുന്നുണ്ടല്ലോ, ഞാൻ ഈ മരുന്ന് കൊടുക്കാൻ തുടങ്ങിയത് മുതലാണല്ലോ എന്നെ ഇങ്ങനെ സ്നേഹിച്ചു തുടങ്ങിയത്. ഒരു നാൾ രാത്രി ഉറങ്ങാതെ അവൾ ആലോചിച്ചു, ദുഃഖിച്ചിരുന്നു. ഞാൻ എന്തു പണിയാണ് ചെയ്യുന്നത്? ഇത്രയും എന്നെ സ്നേഹിക്കുന്ന ഈ അമ്മായിമ്മയെ കൊല്ലാനാണല്ലോ ഞാൻ ഈ മരുന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ എന്തൊരു അപരാധമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വല്ലാത്തൊരു സങ്കടം, ഇനി ഞാൻ എന്തു ചെയ്യും? ധർമ്മസങ്കടത്തിലായി മരുമകൾ. നേരം പുലർന്നു, മരുന്ന് തന്ന ഡോക്ടറെ അടുത്തേക്ക് പോയി. എന്നിട്ട് ഡോക്ടറോട് പറഞ്ഞു, സാറേ, എനിക്ക് എൻ്റെ അമ്മായിമ്മയെ കൊല്ലണ്ട,
എനിക്ക് എന്റെ അമ്മായിമ്മയെ കൊല്ലണ്ട. എന്നെ ഇത്രത്തോളം സ്നേഹിക്കുന്ന ഒരു ഉമ്മയെ ഞാൻ എങ്ങനെ കൊല്ലാനാണ്? അതുകൊണ്ട് എന്നെ ഒന്ന് രക്ഷിക്കണേ, എന്നെ ഒന്ന് രക്ഷിക്കണേ. ഒരു നാൾ മരണത്തിന് കീഴടങ്ങുന്ന എന്റെ അമ്മായിമ്മയെ കാണാനുള്ള കെൽപ്പ്, മാനസികമായ കരുത്ത് എനിക്കില്ല. അതുകൊണ്ട് ഈ മരുന്നിന് പ്രതിവിധിയായി മറ്റേതെങ്കിലും ഒരു മരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതെനിക്ക് കുറിച്ചു തരണം. ഞാൻ ഇന്നു മുതൽ അത് കൊടുത്ത്, ഞാൻ കൊടുത്ത വിഷത്തെ എങ്ങനെയെങ്കിലും എന്റെ ഉമ്മയുടെ ശരീരത്തിൽ നിന്ന് ഇറക്കാൻ ഞാൻ, അതുകൊണ്ട് എന്നെ സഹായിക്കണേ ഡോക്ടറെ. ഡോക്ടർ ഇങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു, ശരി, ഞാൻ നിനക്ക് തന്ന മരുന്ന് വിഷമുള്ള മരുന്നൊന്നായിരുന്നില്ല. പക്ഷെ ഞാൻ കണ്ട വിഷം നിങ്ങളുടെ രണ്ടുപേരുടെയും മനസ്സായിരുന്നു. നിങ്ങളുടെ രണ്ടുപേരുടെയും മനസ്സിലായിരുന്നു വിഷമുണ്ടായിരുന്നത്. അതിപ്പോ ഇറങ്ങാൻ തുടങ്ങി, ആ വിഷപ്പ് ഇറങ്ങാൻ തുടങ്ങി. അതുകൊണ്ട് അവിടെ മാറ്റം സംഭവിച്ചിരിക്കുന്നു. ഉണ്ടോ? ആലോചിച്ച് നോക്കി, എന്താണ് ഈ കഥ? ഈ കഥ നമുക്ക് നൽകുന്ന പാഠം എന്താണ് സഹോദരങ്ങളെ? പാഠത്രേ ഉള്ളൂ. എന്താണെന്നറിയോ? നമ്മൾ അങ്ങോട്ട് പെരുമാറുമ്പോ, നമ്മൾ അങ്ങോട്ട് നല്ല നിലക്ക് പെരുമാറുമ്പോ, കൈകാര്യം ചെയ്യാൻ തുടങ്ങുമ്പോ മാറ്റങ്ങൾ ഉണ്ടാകും. അതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കുടുംബങ്ങളിൽ എത്തിപ്പെട്ട മരുമക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണിത്. അതുകൊണ്ടാണ് ഞാൻ ഈ കഥ നിങ്ങളോട് സൂചിപ്പിച്ചത്. അപ്പൊ ഇതൊക്കെ ഇപ്പൊ എല്ലാ കാര്യങ്ങളിലും നെഗറ്റീവ് അടിക്കുന്ന അമ്മായിമ്മമാരുണ്ടാവും. അപ്പൊ നമ്മൾ പോസിറ്റീവ് പ്രതീക്ഷിക്കാതിരുന്ന പോരെ, പ്രശ്നം തീർന്നില്ലേ? എന്ത് കാര്യങ്ങൾ, ചിലപ്പോൾ സ്വന്തം മക്കളാണെങ്കിൽ നല്ലത് കണ്ടാൽ, നല്ലത് ചെയ്യുന്നത് കണ്ടാൽ പ്രശംസിക്കൂല, എവിടെയെങ്കിലും ഒരു മിസ്റ്റേക്ക് കണ്ടാൽ അത് എടുത്തു പറയും. അങ്ങനെയാണ് എന്റെ അമ്മായിമ്മയുടെ പ്രകൃതം എന്ന് മനസ്സിലാക്കിയാൽ പിന്നെ അതോർത്ത് ടെൻഷൻ ആകേണ്ട കാര്യമില്ലല്ലോ, അവിടെ പ്രശ്നം പരിഹരിക്കപ്പെട്ടില്ലേ? ഇങ്ങനെ ഓരോ കാര്യങ്ങളിലും നമ്മൾ പക്വമായ ഇടപെടലുകൾ നമ്മുടെ കുടുംബത്തിൽ ആവശ്യമാണ്. പിന്നെ എന്നുള്ള മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താന്ന് ചോദിച്ചാൽ എന്താണെന്നറിയോ നിങ്ങള്? നമ്മുടെ വീടുകളിൽ ഈ വിവാഹത്തെ പേടിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട കാരണം എന്താന്ന് ചോദിച്ചാൽ, നമ്മുടെ കുടുംബങ്ങളുടെ അകത്ത് നടക്കുന്ന വഴക്കുകളാണ്. അതായത് വാപ്പി ഉമ്മി, ഭർത്താവും ഭാര്യയും തമ്മിലുള്ള വഴക്ക്. ഈ വഴക്ക് കണ്ടിട്ട് അവിടെ വളർന്നു വരുന്ന ഒരു പെൺകുട്ടി ഭാവിയിൽ വിവാഹത്തിന് തയ്യാറാകുമോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. നമ്മുടെ ഒക്കെ കുടുംബങ്ങളിൽ നടക്കുന്നത് എന്താണ്? ഭർത്താവ് ഭാര്യയുടെ നെറ്റിയിൽ സ്നേഹത്തോടെ ഒരു ഉമ്മ കൊടുക്കുന്നത് അവിടെയുള്ള ഒരു കുട്ടിയും കാണൂല. അങ്ങനെ എങ്ങാനും ഒരു ഭർത്താവ് ഒരു ഭാര്യയുടെ നെറ്റിയിൽ ചെന്നൊരു ഉമ്മ കൊടുക്കുകയാണെങ്കിൽ അപ്പ തട്ടും. പോയിക്കാണ് നിങ്ങൾ, എന്താണ് നിങ്ങൾ കാണിക്കുന്നത്? കുട്ടികളില്ലേ അവിടെ? അത് കാണൂലേ? വാതിലടക്കും. അത് കുട്ടികൾ കാണൂല. എന്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഒരു കുട്ടി ഇന്നേ വരെ കണ്ടിട്ടുണ്ടാവില്ല. എന്നാലോ ഭാര്യയും ഭർത്താവും തമ്മിൽ നടക്കുന്ന അടിയാണെങ്കിലോ അത് പബ്ലിക്കായിട്ട് എല്ലാവരും കാണുന്നിടത്ത് മാത്രമേ നടക്കുള്ളൂ. അത് സ്വകാര്യ റൂമിൽ നടക്കൂല. എല്ലാരും കാണും, അങ്ങോട്ട് പറയും ഇങ്ങോട്ട് പറയും. ഭർത്താവ് ഒന്ന് പറഞ്ഞാൽ ഭാര്യ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കും, എന്നിട്ട് കത്തിക്കും, എന്നിട്ട് ആകെ പ്രശ്നമാവും, എന്താവും, തള്ളാവും, ബഹളാവും. അപ്പൊ കുട്ടികളൊക്കെ പോടെ ഇങ്ങനെ നോക്കി കണ്ണും തുറിച്ച് ഇങ്ങനെ നിൽക്കും. എന്താണ് ഈ കാണുന്നത് പഠിച്ചവനെ? ആകെ പേടിച്ച്. അവിടെ വളർന്നു വരുന്നൊരു മകളോട് പ്രായപൂർത്തിയായിട്ട് നമ്മൾ ചെന്ന് പറയണേ, മോളെ ഇന്നടത്തുനിന്നൊരു അന്വേഷണം വന്നിട്ടുണ്ട്, മോൾക്ക് ഇഷ്ടായോ? ഉമ്മ എനിക്ക് വിവാഹം വേണ്ട, എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല, താല്പര്യമല്ല. എന്റെ മോള് ഒന്നുമില്ല, ഒന്നും എനിക്ക് വേണ്ട. എന്തേ പ്രശ്നം? വിവാഹം കഴിച്ചാ പിന്നെ നടക്കാൻ പോകുന്നത് ഇതല്ലേ കാണുന്നത് അല്ലേ? ആ കുട്ടി ചിന്തിക്കുന്നത് എന്താണ്? എന്റെ ഉമ്മയെ സങ്കടത്തിലാക്കിയ ഈ സിസ്റ്റം എന്തിനാ എനിക്ക്? എന്റെ ഉമ്മയുടെ കണ്ണുനീര് കാണുന്ന ഈ സിസ്റ്റമാകുന്ന വിവാഹം എന്തിനാ എനിക്ക് വേണ്ട. ആ ഉമ്മയാണ് കാണുന്നത് അല്ലേ? എന്റെ ഉമ്മാക്കൊരു ജോലിയില്ല, ചെന്ന് കയറാനൊരു വീടില്ല. എന്റെ ഉമ്മയുടെ തറവാട്, അവിടെ സ്വത്ത് വിഹിതിക്കൽ കഴിഞ്ഞു. ഇളയ മകനാണ് എന്റെ അമ്മാവൻ, ഇളയ മകനാണ്. കുടുംബ സ്വത്ത് അവസാനമായി വീട് കിട്ടിയിട്ടുള്ളത് ബാക്കി എല്ലാവർക്കും കൊടുത്തു. ഉമ്മയാണെങ്കിൽ ഇളയ മോന്റെ ഔദാര്യത്തിലാണ് തറവാട്ടിൽ താമസിക്കുന്നത്. എന്റെ ഉമ്മക്ക് ചെന്ന് കയറാൻ ഒരു ഇടം പോലുമില്ല. ഇവിടെ നരകയാതന അനുഭവിക്കുന്ന എന്റെ ഉമ്മയെ പോലെ ഇനി ഞാനും ആകണോ എന്ന് വളർന്നു വരുന്ന ഒരു പെൺകുട്ടി ചിന്തിച്ചാൽ അതിന്റെ കാരണക്കാരാണ് അല്ലെ? വാപ്പുണ്ടായിരുന്നെങ്കിൽ പ്രശ്നമല്ല. ഏതൊരു കുടുംബത്തിലും ഭർത്താവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വാപ്പ, ഉപ്പ എനിക്ക് ഇന്ന സങ്കടം ഉണ്ട് ഇവിടെ എന്ന് പറഞ്ഞാൽ ഉപ്പയാണെങ്കിൽ വാപ്പ പറയും, മോളെ നീ ഇങ്ങോട്ട് കയറി പോന്നോ, നീ ഇങ്ങോട്ട് വാ, വാപ്പ സംരക്ഷിക്കും. പക്ഷെ വാപ്പ പോയാൽ പിന്നെ ആ സംരക്ഷണ മകൾക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പൊ നോക്കൂ നിങ്ങൾ, അങ്ങനെയുള്ള ഒരു സിസ്റ്റമാണ് പലപ്പോഴും പലയിടത്തുള്ളത്. അപ്പൊ കുടുംബ വഴക്കുകൾ, ഇതൊക്കെ നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ യുവതലമുറയെ സ്വാധീനിക്കുന്നുണ്ട് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്താന്ന് പറഞ്ഞാൽ, ഇങ്ങനെ ഈ നിലക്ക് ഇങ്ങനെ ചിന്തിക്കുമ്പോ വിവാഹത്തിലൊക്കെ എതിർത്ത് പുരോഗമന ചിന്തയാണ് എന്ന് പറഞ്ഞിട്ട് കുട്ടികൾ എന്ത് ചെയ്യാണ്? മതം പഠിക്കാൻ തയ്യാറില്ല, ദീന് പഠിക്കാൻ തയ്യാറില്ല, ദീനിനോട് താല്പര്യമില്ല, എന്നിട്ട് സ്വതന്ത്ര ചിന്തയാണ് പോലും.
എന്താ സ്വതന്ത്ര ചിന്ത? കേരളം വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എങ്ങനെ വികസിക്കുന്നത്? വിവാഹം വേണ്ട, ഞങ്ങൾക്ക് ഇഷ്ടം പോലെ ജീവിക്കാം, ഞങ്ങൾ സ്വതന്ത്രനാണ്. ഈ സ്വതന്ത്ര ചിന്തകരുടെ ഭാഷയിൽ വികസിച്ചു കൊണ്ടിരിക്കുന്ന കേരളം ഇപ്പൊ എവിടുക്കാ പോയിക്കൊണ്ടിരിക്കുന്നതെന്നറിയോ? പണ്ട് യൂറോപ്യൻ രാജ്യങ്ങളിൽ 90കളിൽ ആരംഭിച്ച വിപ്ലവമാണത്രേ ഇവിടെ ഇപ്പൊ തുടങ്ങി വെച്ചിട്ടുള്ളത്. അങ്ങനെയാണല്ലോ, മലയാളിക്കൊരു സ്വഭാവമുണ്ട്. ഏതെങ്കിലും രാജ്യങ്ങളിൽ പഴകിപ്പുളിച്ച് അവര് നടത്തിയ വിപ്ലവം, എന്നിട്ട് അവര് പരാജയപ്പെട്ട് എവിടെയെങ്കിലും ചവറ്റുകൊട്ടയിൽ വലിച്ചെറിഞ്ഞ സാധനം കുറെ കാലം കഴിയുമ്പോഴാണ് മലയാളി കണ്ടെത്തുക. എന്നിട്ട് അത് മലയാളി ഇവിടെ കൊടുന്ന് അപ്ലൈ ചെയ്യും. ഇനിയൊരു 100 കൊല്ലം കഴിയുമ്പോഴാണ് അതിന്റെ ദുരന്തം നമ്മൾ അനുഭവിക്കുക. ഇന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഏതാണെന്ന് നിങ്ങൾക്കറിയുമോ? അവിടെ ഇന്ന് വൃദ്ധന്മാരുടെ എണ്ണം കൂടുകയാണ്. യൂറോപ്യൻ രാജ്യങ്ങളിൽ വൃദ്ധന്മാരുടെ എണ്ണം കൂടുകയാണ്. അതിന് ഡിപ്പെൻഡൻസി ബേർഡൻ എന്നാണ് പറയുക. അതായത് ഇനി ജോലിക്ക് പോയി പണമുണ്ടാക്കാൻ കഴിയാത്ത 60 വയസ്സിന് മുകളിലുള്ള ആളുകളുടെ എണ്ണം യൂറോപ്യൻ രാജ്യങ്ങളിൽ കൂടുകയാണ്. എന്ത് കാരണം? 90കളിൽ വിവാഹം വേണ്ട എന്ന് പറഞ്ഞ് വിപ്ലവം ഉണ്ടാക്കി, വിവാഹം കഴിച്ചില്ല. ഇപ്പൊ 10, 60, 70 കൊല്ലായപ്പോ, വയസ്സായപ്പോ അവർക്കിപ്പോ സ്വന്തമായിട്ട് നിലനിൽക്കാൻ കഴിയില്ല. അവര് ആകെ പ്രായമായിരിക്കുകയാണ്. അമേരിക്കക്ക് വയസ്സാവുകയാണ്, യൂറോപ്പിന് വയസ്സാവുകയാണ്. നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്ക്. 2050 ആകുമ്പോഴേക്ക് യൂറോപ്യൻ രാജ്യങ്ങളിൽ 60% മുകളിൽ വൃദ്ധന്മാരായിരിക്കും. അവിടെ യുവാക്കൾ ഉണ്ടാവില്ല. 60%. ആർക്കും ഗൂഗിൾ ചെയ്ത് നോക്കാം. അപകടം മനസ്സിലാക്കണമെങ്കിൽ 2050 ആകുമ്പോഴേക്ക് മൊത്തം സൊസൈറ്റിയുടെ 60%-ത്തിലധികം വൃദ്ധന്മാരായിരിക്കും. ഇപ്പൊ നമ്മളെ കുട്ടികൾ പോണ കണ്ടിട്ടില്ലേ? ഇപ്പൊ ഒരു ട്രെൻഡാണല്ലോ, +2 കഴിഞ്ഞാല് എങ്ങോട്ട് പോവുക? UK-യിലേക്ക് പോവുക, യൂറോപ്പിലേക്ക് പോവുക. എന്തിനാ അങ്ങനെ പോണത്? അധിക കുട്ടികളും പോണ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അവിടെ പോയാല് പഠിക്കും ചെയ്യാം, ജോലി ചെയ്യും ചെയ്യാം. യൂറോപ്പിൽ പോയിട്ട് അവരെന്ത് ജോലിയാ ചെയ്യുന്നത്? അവിടെ മക്കളില്ലാത്ത വൃദ്ധന്മാരുണ്ട്. പാർട്ട് ടൈം ആയിട്ട് അവർക്ക് സേവനം ചെയ്യാം. ഇവിടെ സ്വന്തം മാതാപിതാക്കളെ നോക്കാത്ത ആൾക്കാർ അവിടെ ചെന്നാൽ എന്താ ചെയ്യുന്നത്? ഇവർക്ക് സേവനം ചെയ്യുക. അങ്ങനെ പൗണ്ട് കിട്ടുമല്ലോ, പൗണ്ട് കിട്ടും. രാവിലെ പഠിക്കാൻ പോയാൽ വൈകുന്നേരം ഈ വൃദ്ധസദനങ്ങളിൽ അതല്ലെങ്കിൽ ഇത്തരം വീടുകളിൽ പോയി അവർക്ക് സേവനം ചെയ്യുന്ന സമ്പ്രദായം. അതുകൊണ്ട് തന്നെ ഇന്ന് യൂറോപ്യൻ രാജ്യങ്ങളിൽ അനുഭവിക്കുന്ന, അവിടെയുള്ള മനുഷ്യർ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഏതാണെന്ന് നിങ്ങൾക്കറിയുമോ? ഷുഗറും പ്രഷറും ഒന്നും അല്ല, അതൊക്കെ നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നമാണ്. അവരേറ്റവും അനുഭവിക്കുന്ന പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റപ്പെടലാണ്. ഒറ്റപ്പെടൽ അത് വല്ലാത്തൊരു പ്രതിസന്ധി തന്നെയാണ്. പാപ്പാന്ന് വിളിക്കാൻ ആരുമില്ല, വല്യപ്പാന്ന് വിളിക്കാൻ ആരുമില്ല, ഒരു പേരമക്കളില്ല, ഒന്ന് അഭയം തേടാൻ ഒരു ഭാര്യയില്ല, ഒന്ന് എന്തെങ്കിലും ഒരു സേവനം ചെയ്തു തരാൻ ഒരു മക്കളില്ല. ആരുമില്ലാതെ ഒറ്റപ്പെടുകയാണ് അവർ. എന്നിട്ട് അവരെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നറിയോ? പ്രായമായിട്ട് ഒരു കയറെടുത്തിട്ട് ആത്മഹത്യ ചെയ്യാൻ പോലുമുള്ള ശക്തിയില്ലാതെ ഗവൺമെന്റിന് ഹർജി കൊടുത്ത് കാത്തിരിക്കുകയാണ്. എന്തിനാ കാത്തിരിക്കുന്നതെന്നറിയോ? മേഴ്സി കില്ലിംഗ്, ദയാവധം. ഗവൺമെന്റിനോട് പറയാണ്, എന്നെ ഒന്ന് കൊന്നു തരുമോ? ഇനി ജീവിക്കാനാവൂല. എങ്ങനെയാണ് ഞാൻ ജീവിക്കുക? ഒരുപാട് രോഗങ്ങൾ, പ്രശ്നങ്ങൾ, ഒന്ന് സേവനം ചെയ്യാൻ പോലും ആരുമില്ല. അതുകൊണ്ട് എന്നെ ഒന്ന് കൊന്നു തരുമോ എന്ന് മേഴ്സി കില്ലിങ്ങിന് അപേക്ഷയും കൊടുത്ത് ഹർജി കൊടുത്ത് കാത്തിരിക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ അവരനുഭവിക്കുന്ന മാനസിക സംഘർഷം ഇന്ന് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ പുതുതലമുറക്ക് പഠിക്കാൻ എളുപ്പമാണ്. എന്നിട്ട് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലൂടെ കടന്നുപോയ ഒരു ജനതയുടെ നാറിപ്പൊളിച്ച ആശയം കൊണ്ടുവന്നിട്ട് നമ്മുടെ ജനങ്ങൾ ചോദിക്കാണ്, നമ്മുടെ മക്കൾ ചോദിക്കാണ്, എനിക്ക് വിവാഹം വേണ്ട, ആരും വേണ്ട, ഞാൻ സ്വന്തം ഒരു ജോലി, ഞാൻ ഇഷ്ടാനുസരണം, എനിക്കൊരു സാമ്പത്തിക സ്വാതന്ത്ര്യം. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കണം, നമ്മൾ ആലോചിക്കണം. ഇതൊക്കെ പറയുമ്പോൾ ഇതൊക്കെ ദൂരെ എവിടെയുള്ളതാണെന്നൊന്നും വിചാരിക്കണ്ട. ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യം. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മുടെ കുടുംബ സംവിധാനത്തിന്റെ പവിത്രത. നമ്മുടെ കുടുംബങ്ങളിൽ രോഗബാധിതയായി കിടക്കുന്ന ഒരു ഉമ്മ എന്നെങ്കിലും മക്കളെ വിളിച്ചിട്ട് പറയോ, മോനെ എന്നെ ഒന്ന് കൊന്നു തരുമോ എന്ന് ഏതെങ്കിലും ഒരു ഉമ്മ ചോദിക്കുമോ? ഏതെങ്കിലും ഒരു വാപ്പ ചോദിക്കുമോ? മോനെ എന്നെ ഒന്ന് കൊന്നു തരാൻ വേണ്ടി ഗവൺമെന്റിനോട് ഒരു അപേക്ഷ കൊടുക്കുക, ഹർജി കൊടുക്കുക എന്ന് നമ്മുടെ ഈ മലയാളക്കരയിൽ
നിലയിൽ ഇസ്ലാമിക കുടുംബത്തിൽ ഏതെങ്കിലും ഒരു കുടുംബത്തിലെ ഉമ്മക്ക് വാപ്പക്ക് പറയാൻ കഴിയോ? പറയാനുള്ള അവസരമില്ല. ആ ഉമ്മയെ പരിചരിക്കുന്നു, വാപ്പയെ പരിചരിക്കുന്നു. എന്തേ അതിനുള്ള കാരണം? വഖ്ഫിദ് ലഹുമാ ജനാഹദ്ദുല്ലി മിനർ റഹ്മ വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. ഖുർആനിലെ വചനമാണത്. ഇതുള്ളിടത്തോളം കാലം ആ കുടുംബത്തിൽ ആ സമാധാനം വാപ്പാക്കും ഉമ്മാക്കുണ്ടാവും, വല്യമ്മക്കുണ്ടാകും, അവിടെ മക്കൾക്കുണ്ടാകും, അവിടെ ശാന്തി കളിയാടും, അവിടെ സമാധാനം കളിയാടും. ഈ ഒരു സംവിധാനത്തെ തകർക്കാനാണ് ഒളിഞ്ഞും തെളിഞ്ഞും സോഷ്യൽ മീഡിയയിലൂടെ മീഡിയകൾ ഉപയോഗപ്പെടുത്തി കുടുംബ സംവിധാനത്തിന്റെ ആണിക്കല്ലിളക്കാൻ വേണ്ടി തെറ്റായ ചിന്താഗതികളും ലിബറലിസവും ഒക്കെ നമ്മുടെ മക്കളിൽ കുത്തിവെച്ചുകൊണ്ട് പുതുതലമുറയെ നശിപ്പിക്കാൻ വേണ്ടി ശത്രുക്കൾ കാത്തിരിക്കുന്നുണ്ടെന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കണം. നമ്മുടെ കുടുംബത്തെ തകർക്കാനാണ്. ഈ ഒരു ഇസ്ലാമിക അന്തരീക്ഷത്തിൽ ജീവിക്കുന്ന കുടുംബങ്ങൾ നോക്ക്. നിങ്ങൾ സൗദി അറേബ്യയെ നിങ്ങൾ നോക്ക്. ഇസ്ലാമിക കുടുംബ പരിസരത്താണ് അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആത്മഹത്യ ഉണ്ടോ? ആത്മഹത്യയുടെ എണ്ണം വളരെ കുറവല്ലേ? വളരെ വളരെ കുറവല്ലേ? അവിടെ ഒരു വാപ്പാക്കോ ഒരു ഉമ്മാക്കോ ഒരു സഹോദരനോ ഒരു ഭാര്യക്കോ ആത്മഹത്യ ചെയ്യേണ്ട ആവശ്യമില്ല. ഇസ്ലാമികമായ സംവിധാനം ഉണ്ട് അവിടെ. അവിടെ കേസ് കൊടുക്കുന്നത് എന്തിനാ? മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു എന്റെ ഒരു സംസാരത്തില്, ജ്യേഷ്ഠാനുജന്മാര് തമ്മിൽ തർക്ക. എന്തിനാ തർക്കം എന്നറിയോ? സ്വത്ത് തർക്കല്ല. കോടതിയിൽ ചെല്ലുക, റിയാദിലെ കോടതിയിൽ ചെന്നിട്ട് അവിടെ ജഡ്ജിക്ക് പരാതി കൊടുക്കുകയാണ്. എന്താ പരാതി എന്നറിയോ? പ്രായമായ ഉമ്മ, ആ ഉമ്മയെ ഞാൻ നോക്കാ, എനിക്ക് വിട്ടുതരണം സഹോദരൻ. അപ്പൊ മറ്റേ സഹോദരൻ പറയാണ്, പറ്റൂല, ഞാൻ നോക്കാ, എനിക്ക് വിട്ടുതരണം. അവസാനം രണ്ടാളും തമ്മിൽ തർക്കായി. ഇനി എന്താ ചെയ്യുക? നാട്ടിൽ പലരും ഇടപെട്ടു, പരിഹാരമാകുന്നില്ല. കോടതിയിൽ പരാതി കൊടുത്ത് കേസ് കൊടുത്ത് എന്റെ ഉമ്മ എന്റെ കൂടെയാകണം, ഞാൻ എന്റെ ഉമ്മയെ പരിചരിച്ച് എനിക്ക് സ്വർഗം നേടണം. അതുകൊണ്ട് അള്ളാഹുവിന്റെ വാഗ്ദാനങ്ങൾ, ആ മഹനീയമായ സ്വർഗത്തിന്റെ കവാടമാകുന്ന എന്റെ ഉമ്മയെ, ആ ഉമ്മയെ പരിചരിച്ച് എനിക്ക് സ്വർഗം നേടണമെന്ന് പറഞ്ഞ് കോടതിയിലേക്ക് കടന്നു ചെല്ലാൻ ആ സഹോദരന്മാരെ പ്രേരിപ്പിച്ചത് അള്ളാഹുവിന്റെ കിതാബിലെ വചനങ്ങളാണ്. അത് വല്ലാത്തൊരു സമാധാനമാണ് കുടുംബം എന്ന് പറഞ്ഞാൽ. അതാ ഞാൻ പറഞ്ഞത്, ആ ഒരു സമാധാനം നമ്മൾ അനുഭവിക്കണമെങ്കിൽ ഈ നാറിപ്പൊളിച്ച ആശയങ്ങളെയൊക്കെ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന്, നമ്മുടെ സമൂഹത്തിൽ നിന്ന് അകലെയാക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. അതിനെന്താ വേണ്ടത്? വളർന്നു വരുന്ന നമ്മുടെ തലമുറക്ക് ദിശാബോധം നൽകണം. ഇസ്ലാമിക കുടുംബം എന്താണെന്ന് പറഞ്ഞു കൊടുക്കണം. അതിനുള്ള പരിഹാരങ്ങൾ നിർദ്ദേശിക്കപ്പെടണം. സൊല്യൂഷൻ ഉണ്ടാകണം. അതിനുള്ള സംവിധാനങ്ങളിൽ നമ്മൾ ക്ലാസ്സിന് പോയാൽ പോരാ, നമ്മുടെ മക്കളെയും പങ്കെടുപ്പിക്കണം. അല്ലേ? 11-ാം തീയതി സ്റ്റുഡൻസ് കോൺഫറൻസ് ആണ് പെരിന്തൽമണ്ണ. നമ്മുടെ മക്കളെ പങ്കെടുപ്പിക്കണം. നമ്മൾ ഇത്തരം പ്രശ്നങ്ങൾ നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് അവരെ നല്ലവരായി വളരാൻ, നല്ലവരാക്കി വളർത്താൻ നമ്മൾ ശ്രമിക്കണം. അതിനുള്ള ആവശ്യമായ നിലക്കുള്ള ഇസ്ലാമികമായ ദിശാബോധം അവർക്ക് കിട്ടേണ്ടതുണ്ട്. അവരനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അവർ പറയണം, എന്നിട്ട് അതിന് പരിഹാരങ്ങൾ ഉണ്ടാകണം. ആ പ്രോഗ്രാമിനൊക്കെ രജിസ്റ്റർ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ വളരെ ഗൗരവമായി മനസ്സിലാക്കുക, എന്നിട്ട് രജിസ്റ്റർ ചെയ്യുക. കുട്ടികളെ നിർബന്ധമായിട്ട് രജിസ്റ്റർ ചെയ്യിപ്പിക്കുക, പങ്കെടുപ്പിക്കുക. സമാനമായ പ്രോഗ്രാമുകളിലൊക്കെ നമ്മൾ പങ്കെടുക്കുക. അങ്ങനെ നമുക്ക് എപ്പോഴും ഇങ്ങനെ എന്ത് വേണം? ചാർജിങ് ഉണ്ടായിരിക്കണം. ചാർജ് കിട്ടിയെങ്കിലേ നമുക്ക് ഈ ഫിത്ന നിറഞ്ഞ കാലഘട്ടത്തിൽ ജീവിക്കാൻ കഴിയുള്ളൂ. ഈ ചാർജ് ഇല്ലെങ്കിൽ നമ്മളെപ്പോഴും നശിച്ചു പോകും. നമ്മുടെ ആത്മീയമായ ആവേശമില്ലാതെയാകും, വഴിപിഴച്ചു പോകും, ദീനിനെ തള്ളിപ്പറയും, പരലോകത്തെ തള്ളിപ്പറയും. ഈ പളപളപ്പായ ദുനിയാവാണ് എല്ലാമെന്ന് ചിന്തിച്ചു പോകും. ശൈത്വാൻ സത്യമാർഗത്തിൽ നിന്ന് വഴിതെറ്റിക്കാൻ വേണ്ടി നിരന്തരമായ പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവന്റെ കെണിയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ശക്തമായ ഈമാനിന്റെ സന്ദേശങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെ സന്ദേശങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് സന്നിവേശിക്കപ്പെടുമ്പോൾ മാത്രമേ അതിന് പരിഹാരങ്ങൾ ഉണ്ടാവുകയുള്ളൂ. ആ നിലക്ക് ചിന്തിക്കാനും ആലോചിക്കാനും എല്ലാവരും തയ്യാറാകണമെന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. എനിക്ക് നിർദ്ദേശിക്കപ്പെട്ട സമയം അവസാനിച്ചിരിക്കുന്നു. ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങളും നിങ്ങളോട് പങ്കുവെച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇനിയും ഇത്തരം വിഷയങ്ങൾ കൂടുതൽ നിങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക. സർവ്വലോക പരിപാലകനായ റബ്ബ് അവന്റെ ദീനനുസരിച്ച് ജീവിക്കുന്ന നല്ല മനുഷ്യരിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കുടുംബത്തിൽ അവൻ സമാധാനം നൽകുമാറാകട്ടെ. നമ്മുടെ മക്കളെ ഇസ്ലാമികമായ ചിട്ടയോടുകൂടെ വളർത്താൻ നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ സന്താനങ്ങളായി നമ്മുടെ മക്കൾ മാറട്ടെ. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുക. റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന അത്തിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.